ഈ മുസ്ലിം യുവതലമുറ വളർന്നു വരുന്നത് നമ്മുടെ നാടിന്റെ മതേതരത്വത്തെ കാർന്ന് തിന്നാനും ഭീകരവാദം കൊണ്ട് മുച്ചൂടും മുടിക്കാനുമാണെങ്കിൽ അത് അപകടമാണ്. അതിനെ തടയിടാനുള്ള ഭാരിച്ച ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നത് ഓർത്തു വെച്ചാൽ മതി. ഇങ്ങനെയൊക്കെ ഒരു 10, 20, 22 വയസ്സുള്ള യുവാക്കൾ അങ്ങോട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്താകും നമ്മുടെ നാടിന്റെ മതേതരത്വം എന്നൊന്ന് ചിന്തിച്ചാൽ മതി. അതായത് ഇസ്ലാം മാത്രം പത്തരമാറ്റാണ്, ഇസ്ലാമിനെ മാത്രം ആരും എതിർക്കാൻ പാടില്ല, വിമർശിക്കാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ഇസ്ലാമിനെ വിമർശിച്ചാൽ മതശിക്ഷ താൻ നടപ്പിലാക്കുമെന്നൊരു 21, 22കാരൻ വന്ന് പറയുക. എന്റെ മതം എന്നെ പഠിപ്പിച്ച, എന്റെ ഇസ്ലാം എന്നെ പഠിപ്പിച്ച ശിക്ഷ ഞാൻ നടപ്പിലാക്കുമെന്ന് ആ കാലമാടൻ ഇടയ്ക്ക് ഒരു ഹായ് അല്ല 2 ഹായ് പറഞ്ഞേക്കാം. പറയുന്ന വിഷയത്തിന്റെ ഗൗരവം നഷ്ടപ്പെട്ടു പോകുമല്ലോ, അതുകൊണ്ടാണ് കമന്റ്സുകൾക്ക് മറുപടി ഒന്നും പറയാതെ പറയാനുള്ളത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മധൂർ ഗോപാലകൃഷ്ണൻ ഹായ്, ഓക്കെ, താങ്ക് യു. അതുകൊണ്ടാണ് കേട്ടോ. താങ്ക് യു, അപ്രീഷിയേറ്റ് ബോൾഡ്നെസ് ഓഫ് റിവീലിംഗ് ദി റിയൽ ഇസ്ലാം. അപ്പോ ഇത്തരം യുവാക്കൾ സമൂഹത്തെ ഏത് നിലയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കണം. ഞങ്ങളുടെ മതം ഇസ്ലാമാണ്, ഇസ്ലാമിനെ ഒരാളും വിമർശിക്കാൻ പാടില്ല, എതിർക്കാൻ പാടില്ല, എതിർത്താൽ അവനെ കൊല്ലാനുള്ള നിയമം ഇവിടെ വരണമത്രേ, അവന്റെ കൈയും കാലും വെട്ടാനുള്ള ശിക്ഷ ഇവിടെ വരണമത്രേ. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിനെ കുറിച്ച് ഒരാൾ വീഡിയോ ചെയ്തപ്പോൾ അതിന്റെ താഴെ ഒരു വ്യക്തി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തൊരു കമന്റ് ചെയ്തു. അതിന് റിപ്ലൈ ആയിട്ട് ഞാൻ ഒരു കമന്റ് ചെയ്തപ്പോൾ എന്റെ കമന്റ് മെൻഷൻ ചെയ്ത് ഒരാൾ, ഒരു മുഖമില്ലാത്ത വ്യക്തി, ഒരു റീൽ ചെയ്തു, അത്യാവശ്യം റീച്ചായി. എന്നിട്ട് എന്റെ DM-ലും കമന്റ് ബോക്സിലും വന്ന് നല്ല മാന്യമായ വാക്കൊക്കെ പറഞ്ഞു. ഞാൻ സ്ക്രീൻ റെക്കോർഡും സ്ക്രീൻഷോട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എഴുതിയ കമന്റ് ഒരു വർഗീയതയാണ് അല്ലെങ്കിൽ ഒരു തീവ്രവാദമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിക്കുന്നുണ്ട്. അപ്പോ മാന്യമായ വിമർശനങ്ങൾ ആർക്കും വിമർശിക്കാം, ഏത് മതത്തിലുള്ളവരായാലും. എന്താണ് ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ മാന്യത പ്രതീക്ഷിക്കാനോ? ഈ വഷളത്തരങ്ങളും വൃത്തികേടുകളും പറയുമ്പോൾ ആരെയായാലും മാന്യമായിട്ട് ഒരു ഉത്തരത്തിന് വേണ്ടി, അറിവിന് വേണ്ടി, ചോദ്യമായിട്ട് മാന്യമായ വിമർശനങ്ങൾ ആർക്കും വിമർശിക്കാം. അത് അറിവിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയാണ്. എല്ലാവരും ഉണ്ട്, ഇന്ത്യയിൽ കാര്യമായതുകൊണ്ട്. ഇന്ത്യയിൽ എന്താ വെച്ചാൽ ഇസ്ലാമിനാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇസ്ലാമിനോട് ഇല്ലാണ്ടാക്കുക, ഇസ്ലാമിനോട് തകർക്കുക, ആ ലക്ഷ്യത്തോടെയാണ് ഇവിടെ വിമർശനം നടക്കുന്നത്. എല്ലാ ആളും മാന്യമായി വിമർശിക്കുന്നവരൊക്കെ ഉണ്ട്, പക്ഷെ കൂടുതൽ വർഗീയത, തീവ്ര ചിന്ത, ഇതൊക്കെ ഒരു ഇസ്ലാമിനെ, എല്ലാ മതത്തിനെയും വിമർശിക്കുന്നവർ എതിർക്കുന്നവരുണ്ട്, പക്ഷെ ഇസ്ലാമിനെയും കൂടുതൽ എന്താ പറയാ വിമർശനം, അല്ലെങ്കിൽ മുഹമ്മദ് നബിനെയൊക്കെ പച്ചയ്ക്ക് തെറി, വിവാഹത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും അള്ളാഹുവിനെ, ഉസ്താദുമാരിനെ, നല്ല ഉസ്താദുമാരിനെ ഇതിനെയൊക്കെ വിമർശിക്കുന്നു. അതായത് ചീത്ത, ഒരിക്കലും ഒരു മനുഷ്യനെ അംഗീകരിക്കാൻ പറ്റാത്ത പോലെ വിമർശനമൊന്നും ഇസ്ലാമിന് ഒന്നും സംഭവിക്കാൻ പോയില്ല. പിന്നെ വിമർശിക്കുമ്പോൾ അത് മുസ്ലിമായി ജനിച്ച എനിക്ക് അത് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. ഇസ്ലാം അനുവദിച്ച രീതിയിൽ ഞാൻ പ്രതികരിക്കും. അത് കഴുത്തിൽ കത്തി വെച്ചാലും ഞാൻ പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കും. ഇസ്ലാം എങ്ങനെയാണ് അനുവാദം തന്നത് ആ രീതിയിൽ ഞാൻ പ്രതികരിക്കും. ഇനി ഞാൻ എഴുതിയ കമന്റ് ഒന്ന് വായിക്കും. ഇസ്ലാമിനും മുഹമ്മദ് നബിക്കും എതിരെ പ്രവർത്തിക്കുന്നവരെ, അതായത് അതിരുവിട്ട് നിയമവിരുദ്ധമായി പച്ചയ്ക്ക് അതിരുവിട്ട് പ്രവർത്തിക്കുന്നവരെ, അതായത് ഇസ്ലാമിക വിമർശനമായാലും, അത് ക്രിസ്ത്യാനികൾ അവരുടെ മതത്തിലുള്ള വിമർശനമായാലും, ഹിന്ദു അവരുടെ മതത്തിലെ വിശ്വാസമായാലും, ഏത് മതത്തിലായാലും ഞാൻ ഇസ്ലാം വിശ്വസിച്ചുകൊണ്ട് ഞാൻ ആ കാര്യം ഇസ്ലാമിനെ മനുഷ്യൻ ഇത് പറഞ്ഞു. ഇങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കൈകാലുകൾ വെട്ടണം, ഇല്ലെങ്കിൽ കൊല്ലണം എന്ന നിയമം ഇന്ത്യയിൽ വരണം എന്ന് ഞാൻ കമന്റ്. അതായത് ആ നിയമം ഞാൻ കൊണ്ടുവരണമെന്നില്ല, ഇന്ത്യ നടപ്പിലാക്കണമെന്നാണ് ഞാൻ കമന്റ്. ഇങ്ങനെയുള്ള നിയമം ഇന്ത്യയിൽ വന്നാൽ എല്ലാം റെഡിയാകും, അല്ലെങ്കിൽ ഓക്കെ ആവും, മീൻസ് എല്ലാം സമാധാനമാവും. ഇന്ത്യ വർഗീയത ഇല്ലാതെ ഈ നിയമത്തെ പേടിച്ച് ആളുകളൊന്നും ചെയ്യില്ല. അങ്ങനത്തെ കാര്യങ്ങളും അത് സോഷ്യൽ മീഡിയയിൽ കൂടി പബ്ലിക്കായിട്ടാണെങ്കിലും അങ്ങനത്തെ പ്രവർത്തികളാരും ചെയ്യില്ല. അപ്പോൾ ലോകം സമാധാനത്തിലേക്ക് പോകും. പിന്നെ ഈ ശിക്ഷ തന്നെ നടപ്പിലാക്കണമെന്നില്ല, ഈ കൈകാലുകൾ വെട്ടണം, ഈ ശിക്ഷ തന്നെ ഇവിടെ നടപ്പിലാക്കണമെന്നില്ല. അത് ഇന്ത്യ കോടതി തീരുമാനിക്കട്ടെ. അവര് ഇല്ലെങ്കിൽ ഒരു ജീവിതകാലം മുഴുവൻ അവർക്ക് ജയില് ജീവിതം അങ്ങനെ കൊടുക്കട്ടെ, അല്ലെങ്കിൽ കോടതി തീരുമാനിക്കുന്ന ഒരു ശിക്ഷ ഇന്ത്യ നടപ്പിലാക്കട്ടെ. ഞാൻ എൻ്റെ ഒരു മനസ്സിലൊരു ശിക്ഷ എനിക്ക് തോന്നി, അത് ഞാൻ കമന്റിലൂടെ പറഞ്ഞു. അതാണ്.
ഏത് മതത്തിനെ വിമർശിച്ചാലും എല്ലാവരും, മുസ്ലിമായാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനായാലും, ആരും ഏത് മതത്തിനെ അതിരുവിട്ട് നിയമവിരുദ്ധമായി വിമർശിക്കുന്നു, ഇല്ലെങ്കിൽ അക്രമം ചെയ്യുന്നു, അവർക്ക് ഈ ശിക്ഷ നടപ്പിലാക്കും. അത് ഇസ്ലാമിനെ വിമർശിച്ചവർക്ക് മാത്രമേ. എല്ലാവരും, ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണ് ഇസ്ലാമിനെ മെൻഷൻ ചെയ്ത് ഞാൻ ആ കമന്റ് ഇട്ടത്. പിന്നെ അതിന്റെ താഴെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ലോകം മുഴുവൻ ഇസ്ലാം ഭരിക്കും, ഇനി അധിക ടൈം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ ഒരു കമന്റ് ഇട്ടു. അങ്ങനെ എഴുതിയത്. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഈസാ നബി അലൈഹി സ്വലാം ലോകത്ത് രംഗപ്രവേശനം ചെയ്യുമ്പോൾ പിന്നെ ഇമാം മഹദി എന്നറിയപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിലെ മുഹമ്മദ് എന്നാണ് പേര്. നമ്മളൊക്കെ കേരളത്തിലൊക്കെ ഇമാം മഹദി എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ രണ്ട് വ്യക്തികളും ഭൂമിയിൽ രംഗപ്രവേശനം ചെയ്യും. അങ്ങനെ ഇസ്ലാമിക ശരീഅത്ത് അല്ലെങ്കിൽ ഇസ്ലാമിക സമാധാനം, ഇസ്ലാമിക നിയമം, നീതി ലോകത്ത് നടപ്പിലാക്കും. ലോകത്ത് പലരും, ഒരുപാട് പേര് ഇസ്ലാം സ്വീകരിക്കും. പലസ്തീനികൾ പുഞ്ചിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട്. ഈ കമന്റ് ഞാൻ എഴുതിയത്. പിന്നെ ഞാൻ ഇസ്ലാം മദ്രസയിൽ പോയിട്ടുണ്ട്, ഇസ്ലാം പഠിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇസ്ലാമിൽ ഒരിക്കലും ഒരു ഉസ്താദുമാരും ഒരു അധ്യാപകരും എനിക്ക് ഇസ്ലാം തീവ്രവാദമാണ്, മറ്റു മതക്കാരെ ആക്രമിക്കണം, കത്തി കുത്തണം, വാളെടുത്ത് വെട്ടണം ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല, ഇസ്ലാമിൽ ഞാൻ പറയുന്നില്ല. പിന്നെ ഖുറാനിൽ പറഞ്ഞ ഓരോ യുദ്ധമുഖത്ത് പറഞ്ഞ കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യുദ്ധമുഖത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്ന് ഓരോരുത്തർ ദുർവ്യാഖ്യാനം ചെയ്യുന്നു മാത്രം. അപ്പൊ ഞാൻ ഈ കമന്റ് ഇട്ടതിന്റെ പൂർണ്ണമായ ഉദ്ദേശം മനസ്സിലാവേണ്ടവർക്ക് ഈ ഫുള്ള് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവും. ഇൻഷാ അല്ലാഹ്. ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം മനസ്സിലായി. എല്ലാവർക്കും എല്ലാം മനസ്സിലായി. കാസർഗോഡ് ബൈബിള് കത്തിച്ചവൻ എന്ത് ശിക്ഷയാണ് നൽകേണ്ടത്? ക്ഷേത്രത്തിന് പണം കൊടുത്താൽ അത് വേശ്യാലയത്തിന് കൊടുക്കുന്നത് പോലെയാണ് കൊടുക്കുന്നത് എന്ന് പറയുന്നവൻ എന്ത് ശിക്ഷയാണ് നൽകേണ്ടത്? അമുസ്ലിങ്ങളുടെ മുഖത്തു നോക്കി പുഞ്ചിരിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞവൻ എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത്? ആശുപത്രിയിൽ പോകുമ്പോൾ മുസ്ലിം ലേഡി ഗൈനക്കോളജിസ്റ്റിനെ തന്നെ കാണണം എന്ന് പറഞ്ഞവൻ എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത്? അപ്പൊ ഇസ്ലാമിനെ വിമർശിച്ചാൽ മാത്രം കൈയും കാലും വെട്ടണം, തലയും എടുക്കണം, നാട് കടത്തണം. ഇസ്ലാം പറയുന്ന ശിക്ഷ നടപ്പിലാക്കാൻ ഇറങ്ങിയ കാക്കായാണിത്. ഇവനൊക്കെ പാച്ചിട്ട് എന്തോ ഉണ്ടാക്കാനാ? ഇത്രയും ചെറിയ പ്രായത്തിലെ ഇവന്റെ ഉള്ളിലെ അന്യമത വിരുദ്ധതയുടെ ആഴവും പരപ്പും ഇത്രമാത്രം ഭീകരമാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇതൊക്കെ നാളെ ഈ നാട്ടിൽ എന്തൊക്കെ രൂപത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളായിരിക്കും കാഴ്ചവെക്കുന്നത് എന്ന്. തീർന്നില്ല. ഞാന് ഇനിയും വേറെ ഒന്ന് രണ്ട് വീഡിയോ കൂടെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലാകും. അഹദി ഒരു കാര്യം ചെയ്, മോൻ ഒരു മൂലയ്ക്ക് പോയിരിക്കച്ചല്ല. എനിക്ക് ഇതുവരെ അക്ഷരസ്ഫുടതയില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ആളുകളെ പോയി കണ്ടോ, കേൾക്ക്, പോ. താല്പര്യമുള്ളവര് മാത്രം കണ്ടാ മതി, കേട്ടാ മതി. നിങ്ങളാരും നിങ്ങളുടെ മതവും ആദർശവും വിശ്വാസവും നിലപാടുകളും ഒന്നും ഇവിടെ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. അങ്ങനെ പഠിപ്പിക്കുന്ന തീവ്രവാദികളുടെ ആശയങ്ങളെ സംബന്ധിച്ചിട്ടാണ് ഞാൻ ഇവിടെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. വേണ്ടവര് മാത്രം കേട്ടാ മതി, താല്പര്യമുള്ളവര് മാത്രം നിന്നാ മതി. എല്ലാവരും നിൽക്കണമെന്നോ കേൾക്കണമെന്നോ അറിയണമെന്നോ പിന്തുണയ്ക്കണമെന്നോ യാതൊരു നിർബന്ധവുമില്ല. മനസ്സിലായല്ലോ? അപ്പോ ഇത്തരം തീവ്രവാദികളെ നമ്മളൊന്ന് കരുതിയിരിക്കണം. എനിക്ക് കൂടിയ ഐറ്റം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. മോഡി അമിത്ഷാ പറഞ്ഞല്ലോ ഒരു ഇഞ്ച് പേടിപ്പിക്കണം. അവര് നമ്മളെ അല്ല ഇനി പേടിപ്പിക്കേണ്ടത്. മോഡി അമിത്ഷാ പറഞ്ഞല്ലോ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല. അവസാനിപ്പിച്ചുകൊണ്ട് പറയാണ്, മോദി ആ പറഞ്ഞ ഇഞ്ച് ഉണ്ടല്ലോ, അമിത്ഷാ നിങ്ങളെ നിൽക്കുന്ന ഇഞ്ച് ഉണ്ടല്ലോ, അത് നിങ്ങളുടെ അവസാനത്തെ ഇഞ്ചാണെന്ന് കൊല്ലത്തിന് നിർത്തിയിട്ടാണ് പറയുന്നത്. ഇതിന്റെ പിന്നിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഇടമില്ല, നിങ്ങൾ വീണ് പോകും, സൂക്ഷിച്ചു എന്ന് അമിത്ഷായെ മോദിയെ നമ്മൾ ഒരു മുദ്രാവാക്യം വിളിച്ച് അവസാനിപ്പിക്കുകയാണ്. ഇസ്ലാമോഫോബിക് അവൻ, മുസ്ലിം വിരുദ്ധമാവാൻ ഇവിടുത്തെ സർക്കാരിന് പറ്റുമെങ്കിൽ അതേ മുദ്രാവാക്യമാണ് അവർക്കെതിരെ വിളിക്കേണ്ടത്, അല്ലെ? ആസാദി മുദ്രാവാക്യം വിളിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ നമുക്ക് ചെറിയൊരു കാര്യം കൂടി പറഞ്ഞു തരികയാണ്. എന്റെ ഒരു അനുഭവത്തിൽ നിന്ന്. എന്റെ ഒരു ഫ്രണ്ട് മുദ്രാവാക്യം വിളിക്കുന്നതിനിടയിൽ ആസാദി വിളിച്ചു, എല്ലാവരും വിളിച്ചു, ഞങ്ങളും വിളിച്ചു, ഞാനും വിളിക്കാറുണ്ട്. പക്ഷെ അതിനിടയിൽ അവളോട് ഒരു ഇടതുപക്ഷ
ചിന്താഗതിക്കായി ഒന്ന് നിർത്താൻ ഞാൻ മുദ്രാവാക്യം വിളിക്കല്ലേ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അത്ഭുതപ്പെട്ടു പോയി. കന്യാകുമാരി ജനകീയമാക്കിയ ഒരു മുദ്രാവാക്യത്തെ എന്തിനാണ് ലെഫ്റ്റ് ലിബറൽ സുഹൃത്ത് നിർത്താൻ പറഞ്ഞത്? അതാദ്യം അവരുടെ മുദ്രാവാക്യമല്ലേ, എന്തിനാ നിർത്താൻ പറഞ്ഞത്? പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത്, കശ്മീർ മാങ്കേ എന്നായിരുന്നു എന്റെ സുഹൃത്ത് പറഞ്ഞത്. അപ്പൊ അവളോട് ആസാദ് നിർത്താൻ പറഞ്ഞു. കാരണം ആ ആസാദിക്ക് പ്രശ്നമുണ്ട്. കശ്മീരിൽ നിങ്ങൾ ആസാദി എന്ന് ചോദിച്ചാൽ നിങ്ങൾ അപ്പം എടുത്തോണ്ട് പോകും. ഇവിടെ നിങ്ങൾ ആസാദി എന്ന് വിളിച്ചാൽ ഒന്നും ചെയ്യില്ല. നിങ്ങളൊന്ന് ആലോചിക്കണം, RSSനെതിരെ ഇരിക്കുന്ന സമരത്തിൽ അവരെ അസ്വസ്ഥപ്പെടുത്താൻ വേണ്ടി തെരുവിലേക്ക് ഇറങ്ങിയ നിങ്ങളുടെ മുദ്രാവാക്യം അവരെ അസ്വസ്ഥപ്പെടുത്തുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മുദ്രാവാക്യം? ആലോചിക്കണ്ടേ? അതുകൊണ്ട് ഞാൻ ഇസ്ലാമോഫോബിയ വിളിക്കണം. അമിത്ഷാ തേരനാം, അമിത്ഷാ നിങ്ങളുടെ പേര് ഇസ്ലാമോഫോബിയ എന്നാണ്. ചെപ്പന ലിക്കർ, ചെപ്പന നക്കികളെ, നിങ്ങളുടെ പേര് ഇസ്ലാമോഫോബിയ എന്നാണ്. വിളിക്കില്ലേ? യോഗി മോദി तेरे नाम, तो दिल्ली पुलिस तेरे नाम, यूपी पुलिस तेरे नाम. അനനിയും താഹയും വെറുതെ വിട്ടില്ലെങ്കിൽ പിണറായി പോലീസ് तेरे नाम, तो यूपी पुलिस तेरे नाम, तो एनआरसी तेरे नाम, अरे सीएए तेरे नाम, तो एनपीए तेरे नाम. ആസാദിന്റെ മുദ്രാവാക്യം രാഷ്ട്രീയം പറഞ്ഞു വെച്ചത് കൊണ്ട് ഞാൻ ആസാദി വിളിക്കുകയാണ്. നിങ്ങൾ ആ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞു എന്നുള്ളത് കൊണ്ട്. बोलो, अरे जोर से बोलो, एनआरसी से, तो बीजेपी से, अरे आरएसएस से, अरे सुन ले मोदी, तो सुन ले अमित शाह, तू कुछ भी कर लो, നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോ, ജയിലിൽ അടച്ചോ, വെടിയുണ്ട വെച്ചോ, പോലീസിനെ വിളിച്ചോ, तू कुछ भी कर लो, तू जेल में डालो, तो पुलिस बुला लो, गोली मारो, मिलकर मांगे, तो जोर से मांगे, कश्मीर मांगे, यूपी भी मांगे, आसाम मांगे, तो कोल्लम मांगे, एनआरसी से, एनपीआर से, ओबीए से, एबंगवाद से, एसंगवाद से, ओबंगवाद से, एसंगवाद से. ഇവരൊക്കെ ഈ സമൂഹത്തിൽ പഠിച്ചിറങ്ങി എന്തോകോ പൊണ്ടാക്കാനാ, ആരെ സേവിക്കാനാണ്, ആരെ വേവിക്കാനാണ്. ഇത്തരം മതഭീകരതയാണ് ഇവരുടെ തലയ്ക്കകത്തുള്ളതെങ്കിൽ ഇവർ ഈ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും തീവ്രവാദങ്ങളും എത്രമാത്രം ഭീകരമാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്ക്, തീർന്നില്ല. പോപ്പുലർ ഫണ്ട് ഞാൻ നിരോധിച്ചത്ര. ഇത്രയൊക്കെ തലച്ചോറില്ലാത്ത ആൾക്കാരാണ് കേരളത്തിൽ നിൽക്കുന്നത്. പോപ്പുലർ ഫണ്ട് എന്ന് പറഞ്ഞ ആ ഒരു വേർഡേ നിങ്ങൾക്ക് നിരോധിക്കാൻ പറ്റുള്ളൂ. അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ചങ്ക് ചെക്കന്മാരുണ്ട്, കുറച്ച് ആൾക്കാരുണ്ട്, അവരെങ്ങനെ നിരോധിക്കാൻ പറ്റും? അത് ഈമാന്റെ പവർ എന്ന് പറഞ്ഞാൽ അത് വേറൊരു പവറാണ്. വല്ല കാര്യം നിങ്ങൾ പറഞ്ഞു നിരോധിച്ചു. നിങ്ങൾ പണ്ട് NDA നിരോധിച്ചിട്ട് ഇപ്പൊ എന്തായി? സംഖ്യകളെ കൂടി കേൾക്കുന്നത് ആറുമാതിക്കാണ്. കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇനി ഇവരെ ഒന്നും തൊടാൻ പറ്റില്ല, ഇനി ഇവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെന്റെ പൊന്നു മക്കൾ, ആ പേര് മാത്രമേ നിരോധിച്ചിട്ടുള്ളൂ. അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന ടീമുകളുണ്ടല്ല, അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. അതുകൂടി ആലോചിച്ചാൽ എന്തായാലും ഇൻഷാ അള്ളാ ബിദിനില്ല അള്ളാ മാക് നമുക്ക് കാണാൻ വെച്ചാൽ പരിപാടി എന്താന്നുള്ളത്. നിങ്ങള് നിയമം അതൊക്കെ നിങ്ങളെ കയ്യിൽ തന്നെയല്ലേ, എല്ലാം നിങ്ങളെ കയ്യിലാണല്ലോ. അപ്പൊ നിങ്ങൾ പല ഊടായ്പും കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയാം. ഇതൊക്കെ ഞങ്ങൾക്ക് കുറെ മുന്നേ, ഇപ്പോഴൊന്നല്ല, ഒരുപാട് മുന്നേ ഞങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന പോലെ, ഒരു പ്ലേറ്റിൽ നിന്ന് ഒരുപാട് ആളുകൾ ഭക്ഷണം കഴിക്കുന്ന പോലെ എന്റെ ദീനിനെ ആക്രമിക്കപ്പെടുന്ന എന്റെ റസൂൽ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ പണ്ടേ കേട്ടതാണ്. തെറ്റാന്റെ പരിപാടി എന്താ, എനിക്ക് ഒരു കാര്യം വിട്ടിട്ട് വലിച്ചങ്ങട്ട് ചെയ്യുന്നതല്ല. അതായത് ദീൻ ഇസ്ലാമില് പ്രവർത്തിക്കുന്ന വ്യക്തിനെ ഒരു കാലം ചവിട്ടിയിട്ട്, പച്ച മനുഷ്യനെ കാലം ചവിട്ട് വലിച്ചങ്ങ് ചെയ്യുന്നതല്ല പരിപാടി. അപ്പൊ ഞങ്ങൾക്ക് ആ പേടില്ല. എന്തായാലും ഞാൻ മുസ്ലിം ലീഗ് പ്രവർത്തകനാണ്. എന്തായാലും പിന്നെ ഞാൻ ഈ വക കാര്യത്തിലൊക്കെ സപ്പോർട്ട്. ഈ മറ്റേ സംഘളയും മറ്റേ കൂട്ടിലെ പരിപാടി സോറിട്ടാ നമ്മൾ ഒന്നും വിചാരിക്കണ്ട. കാരണം യുവന്മാർക്ക് ഇങ്ങനത്തെ റീപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞാണ്.
അപ്പൊ നമ്മളൊന്നും കിതാബ് പഠിച്ചാലുള്ള മൂലത്തിൽ ഗുണം നിങ്ങൾ ഗീർക്കിലിട്ട് ഇളക്കാനൊന്നും നിങ്ങൾ ആരും കേട്ടില്ലേ? വരാൻ നിൽക്കണ്ട. മൂലത്തിൽ ഈർക്കിലിടണ്ടാന്ന്. റീപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പൊ നമ്മളൊന്നും മൂലത്തിൽ നിങ്ങൾ ഗീർക്കിലിട്ട് ഇളക്കാനൊന്നും നിങ്ങൾ ആരും വരാൻ നിൽക്കണ്ട. വന്നു കഴിഞ്ഞാൽ പൊന്നുങ്ങട്ടെ ഈ പറഞ്ഞ ദജ്ജാലിന്റെ പരിപാടി നമ്മൾ അങ്ങോട്ട് ചെയ്യും. എങ്ങനെയുണ്ട്? കിലോ കണക്കിന് ഗോൾഡ് കടത്തി കൊണ്ടുവരുന്ന ഉസ്താദുമാര് ചെറിയ പ്രായത്തിലെ മദ്രസയിൽ കമിഴ്ത്തിക്കിടത്തി വിശാലമാക്കിയ ഇവരുടെ മൂലദ്വാരങ്ങളോട് നിങ്ങൾക്ക് ഈർക്കിലിട്ട് കിടപിടിക്കാൻ പറ്റില്ല. എന്തെങ്കിലും കൂടിയ ഐറ്റങ്ങൾ കൊണ്ടുവന്നോളാൻ. ഇവരുടെയൊക്കെ ഈ ഭീകരതയും ഈ തീവ്രവാദവും വളർന്നു വന്നാൽ എത്രമാത്രം ആപത്താണ് ഒരു സമൂഹത്തിന് ഉണ്ടാക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു. ഇതിനെ എതിർക്കൽ അനിവാര്യമല്ലേ? അല്ലേ? അടുത്തത്. ഇപ്പൊ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഒരു അറ്റാക്ക് നടത്തിയല്ലോ, അപ്പൊ തിരിച്ചടിക്കണമെന്നാണോ ആഗ്രഹം? അല്ല, അല്ല, എന്തുകൊണ്ടല്ല? ലൈക്ക് നമ്മളെ ക്വാളിറ്റി നമ്മൾ കീപ്പ് ചെയ്യണമല്ലോ. എന്നാലും അതേ നാണയത്തിൽ തിരിച്ചടിക്കുക എന്നുള്ളതല്ല. ലൈക്ക് ഭീകരവാദികള് അവരുടെ എന്താ ബോധമില്ലായ്മ കാരണം ചെയ്ത കാര്യമാണ് ഇത്. അതിന് നമ്മള് നമുക്കിടയിൽ വർഗീയത ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അത് ഇവിടെ നടപ്പായാലും അവരാണ് വിജയിക്കുന്നത്, നമ്മളല്ല. പക്ഷെ എന്നാലും ഇപ്പൊ അവര് ഒരു ചെറിയൊരു അറ്റാക്ക് നടത്തി. നമ്മളൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവർ ഇതിനേക്കാളും വലിയൊരു അറ്റാക്ക് നടത്തിയാലോ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണത് സംഭവിക്കാൻ തോന്നുന്നില്ല. നമ്മൾ ഇന്ത്യ കൊടുക്കേണ്ട മെസ്സേജ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ അതിനെതിരെ നിൽക്കും എന്നുള്ളതാണ്. ലൈക്ക് ഹിന്ദു ആയാലും മുസൽമാൻ ആയാലും ക്രിസ്ത്യൻ ആയാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ള മെസ്സേജാണ് ഇന്ത്യയിൽ നിന്ന് പോകേണ്ടത്. അതെ റെനി, ഈ ക്വാളിറ്റി താത്താടെ അഭിപ്രായത്തില് പഹൽഗാമിൽ കയറി 29 പേരെ കൊന്ന ഭീകരർക്ക് എന്തെങ്കിലും അവാർഡോ റിവാർഡോ ക്യാഷ് പ്രൈസോ പുരസ്കാരങ്ങളോ ഒക്കെ കൊടുത്ത് ആദരിച്ചാനയിച്ചൊരു മൂലയ്ക്ക് കൊണ്ടുവന്നിരുത്തണം. ഇത്തരം തീവ്രവാദികൾ നമ്മുടെ നാടിനെ മലീമസമാക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഒരു അറ്റാക്ക് നടത്തിയല്ലോ. ഇവർക്കെതിരെ പ്രതികരിച്ചാൽ എന്നെ വർഗീയവാദികളാക്കും. ഒരു കുഴപ്പമില്ല. നീയൊക്കെ ഇനിയും സംഘി എന്ന് പറഞ്ഞാലും ത്രിസംഘി എന്ന് പറഞ്ഞാലും ചാണകം എന്ന് പറഞ്ഞാലും വർഗീയവാദി എന്ന് പറഞ്ഞാലും തീവ്രവാദി എന്ന് പറഞ്ഞാലും ശരി, ഞാൻ എൻ്റെ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയുമുള്ള ആളാണ് എന്ന് എനിക്കറിയാം. എന്നെ കാണുന്ന കേൾക്കുന്ന എന്നെ വിശ്വസിക്കുന്ന എന്നെ അറിയുന്നവർക്കും അറിയാം. അത് മതി. നീയൊക്കെ തീവ്രവാദികളല്ല, നീയൊക്കെ ഭീകരന്മാരല്ല എന്ന് നിന്റെയൊക്കെ വീട്ടുകാർ പോലും പറയില്ല. ഇവര് സ്വപ്നം കാണുന്ന ഒരു കേരളമുണ്ട്, സുന്ദരമായ ഒരു കേരളം. കാണിച്ചു തരാം. ഇവര് കാണുന്ന സുന്ദര കേരളം ഇങ്ങനെയാണ്. ഒരു സൈഡിൽ അപ്പിക്കുപ്പായക്കാര് മതിൽ കെട്ടിയിട്ടുണ്ട്, അപ്പുറത്തെ സൈഡില് കുട്ടികള് ഉസ്താദ് വലത്തൊപ്പി വെച്ചിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പാൻറ് ഇട്ടത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒറ്റമുണ്ടിന്റെ ഇടയ്ക്കുന്ന് പിന്നെ കലപ്പ പുറത്തെടുക്കേണ്ടി വരില്ല. ഇങ്ങനെ ഒരു അൽക്കേരളം സ്വപ്നം കാണുന്ന നമ്മുടെ നാട്ടിലെ ഭീകരവാദികൾക്കും തീവ്രവാദികൾക്കും ഒരു പക്ഷേ ഞാൻ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാകത്തില്ല. നമ്മുടെ നാടിന്റെ ഇന്നത്തെ ഭീകരമായ അവസ്ഥയെ സംബന്ധിച്ച് അറിയുന്നവർക്ക് നമ്മൾ പറഞ്ഞതൊക്കെ പുൽകിക്കൊണ്ടിരിക്കുന്നു. നമസ്കരിക്കാൻ സ്ഥലമല്ല, ഇനി ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ ഇവർ വന്ന് ഹിജാബിന് വേണ്ടി സമരം ചെയ്യുമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് പബ്ലിക്കായിട്ടൊരു മുഖ്യധാര ചാനലിൽ വന്നിരുന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇവരിൽ നിന്നും ഇതിൽ കൂടുതൽ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല എന്ന് മനസ്സിലായാൽ മതി. ഇന്നിത് നമ്മുടെ കേരളത്തെ ബാധിച്ചിരിക്കുന്ന ഈ മത തീവ്രവാദത്തെ സംബന്ധിച്ച് നല്ല ബോധമുണ്ട് ആളുകൾക്ക്, നല്ലതുപോലെ അവർക്കത് മനസ്സിലാകുന്നുണ്ട്. മദ്രസകളിൽ പഠിച്ച അവരുടെ മാതാപിതാക്കൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത ആ സംസ്കാരം വന്ന് അവർ നമ്മുടെ കമന്റ് ബോക്സിലും കിടന്ന് തൂറി മെഴുകും. കാരണം ഉമ്മായെ വിളിക്കുന്നത് തന്നെ ഡാഷേ, ഡാഷിന്റെ മോളെ, ഡാഷിന്റെ മോനെ എന്നൊക്കെയാണ്.
മാതാപിതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറഞ്ഞ് തന്നെയാണ് ഇവര് കേട്ടിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരിൽ നിന്നും ഇത്രയും സംസ്കാരം പ്രതീക്ഷിച്ചാൽ മതി. ചിലപ്പോൾ ഞാനും ഇതേ കൾച്ചറിൽ തന്നെയാണല്ലോ വളർന്നു വന്നത്. പിന്നെ കുറച്ച് രാജ്യസ്നേഹവും പൊതുബോധവും ഒക്കെ ആയപ്പോൾ പബ്ലിക്കിൽ നമ്മൾ ഇത്തരം സംസ്കാരങ്ങൾ എടുത്ത് വിളമ്പാൻ പാടില്ല. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള മര്യാദകൾ കൊടുക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി മാറാൻ തയ്യാറായി. പക്ഷേ ഇവരങ്ങനെ മാറത്തില്ല. എവിടെ പോയാലും ഇവരുടെ തനി നിറം പുറത്ത് കാണിച്ചു കൊണ്ടിരിക്കും. നമ്മൾ വീട്ടിൽ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരുന്നവരായിരിക്കും എന്ന് കരുതി പോകുന്നിടത്തെല്ലാം അത് കാണിക്കാൻ പറ്റുമോ? വീട്ടിലെല്ലാവരെയും ആശ്രയിച്ച് ജീവിക്കുന്നവരായിരിക്കും. എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ എനിക്ക് സോപ്പ്, ചീപ്പ്, തോർത്ത് വിളിക്കാൻ പറ്റുമോ? വേണേ പേടറാന്നല്ലേ പറയുള്ളൂ. അത്രേ ഉള്ളു വ്യത്യാസം. ഇപ്പോ മാഞ്ചസ്റ്റർ ഹീറ്റൺ പാർക്കിനെ സംബന്ധിച്ച് അവിടുത്തെ സിനഗോഗിലെ ഒരു ആക്രമണത്തെ കുറിച്ചിട്ടുള്ള വാർത്ത 2-3 ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇത് കേട്ട ഉടനെ തന്നെ എലിസബത്ത് ഡേവിസ് ടെലിവിഷനിലെ ബ്രേക്കിംഗ് ന്യൂസ് വയ്ക്കും. സ്ക്രീനില് അല്പം ബ്ലറായി വന്നിട്ടുള്ള തീവ്രവാദിയുടെ ചിത്രം കണ്ട് അതാരാണ് എന്ന് തിരിച്ചറിയാൻ അവർക്ക് ഒരുപാട് സമയമൊന്നും വേണ്ടി വന്നില്ല. ലോകത്തിന്റെ ഏതു കോണിൽ ഒരു തീവ്രവാദം നടന്നാലും ശരി, ഒരു തീവ്രവാദ ആക്രമണമോ അല്ലെങ്കിൽ പൊട്ടിത്തെറിയോ നടന്നാലും ശരി, അതിനകത്ത് തീർച്ചയായിട്ടും ഒരു മുറിയന്റെ കൈ ഉണ്ടാകും എന്നത് നമ്മൾ അനുഭവസ്ഥരാണ്. ഒരുപാട് വാർത്തകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ സംഗതിയാണ്. അപ്പോ പോലീസിന്റെ വെടിയേറ്റു മരിച്ചത് തന്റെ ഭർത്താവായിരുന്നു എന്ന് അവർ തിരിച്ചറിയും. ഈ സ്ത്രീ TV വച്ച ഉടനെ തന്നെ ബ്രേക്കിംഗ് ന്യൂസ് ആണ് ഇവര് കാണുന്നത്, എലിസബത്ത് ഡേവിസ്. അപ്പോ ഇവര് പോലീസിന്റെ വെടിയേറ്റു മരിച്ചത് ഇതെന്റെ ഭർത്താവല്ലേ എന്നവര് തിരിച്ചറിയുക. 3 ദിവസം മുമ്പ് അയാൾ വിളിച്ചു പറഞ്ഞത് ഒരു ഒഴിവുകാല യാത്രയ്ക്ക് താൻ തയ്യാറെടുക്കുവാണ് എന്നാണ്. ആ യാത്ര എന്തായിരുന്നു എന്ന് ഇന്നിവർക്ക് മനസ്സിലായി. കഠിനാധ്വാനിയായിട്ടുള്ള NHS ജീവനക്കാരിയായ എലിസബത്ത് ഡേവിസ് ജിഹാദ് അൽ ഷമി എന്ന വ്യക്തി ഇവരെ വിവാഹം കഴിക്കുന്നു. അവരുടെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും ഒക്കെ ഒരുപാട് ആശങ്കപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു അത്. കാരണം എലിസബത്തിനോട് 1000 തവണ വീട്ടുകാർ ചോദിച്ചിട്ടുണ്ടാകും, നീ ആലോചിച്ചെടുത്ത തീരുമാനമാണോ? ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു. അത് നമുക്ക് ചിന്തിക്കാൻ തന്നെ പറ്റുമല്ലോ. ഈ വിവാഹ ബന്ധം 12 മാസക്കാലം കൊണ്ട് നരകം എന്താണ് എന്നവർ അനുഭവിച്ചറിഞ്ഞു എന്നാണ് അവർ പറയുന്നത്. തന്നോടൊപ്പം കിടക്ക പങ്കിട്ട തന്റെ ഭർത്താവാണ് അയാള്. മതത്തിന്റെ പേരിൽ സിനഗോഗിൽ നിരപരാധികളെ കൊന്നത് തന്റെ തീവ്രവാദിയായിട്ടുള്ള ജിഹാദി ഭർത്താവാണ് എന്ന് ഞെട്ടലോടെ അവര് തിരിച്ചറിയുമ്പോഴേക്കും പോലീസ് എലിസബത്തിന്റെ വീടിന്റെ വാതിലിലെത്തി കോളിംഗ് ബെല്ലടിച്ചു. വാർത്തയിൽ കണ്ടതേ ഉള്ളൂ അവരെ. അങ്ങനെ ഇസ്ലാമിക് ഡേറ്റിംഗ് ആപ്പ് വഴിയായിരുന്നു ഇസ്ലാം മതത്തിലേക്ക് ഈ ലേഡി പരിവർത്തനം ചെയ്തത്. ഇവരെ പരിചയപ്പെടുന്നതും ആ ആപ്പിലൂടെ തന്നെയാണ്. അങ്ങനെ ഒരുപാട് ലൈംഗിക ആസക്തി ഉണ്ടായിരുന്ന പ്രവാചകന്റെ ശരിയായിട്ടുള്ള കുഫൈത്ത് അടിമയായിരുന്നു അൽ ഷമി എന്നവർ പറയും. വിവാഹം കഴിഞ്ഞ് തന്നെ ക്രൂരമായി ലൈംഗികമായും അതല്ലാതെയും പീഡിപ്പിച്ചിരുന്നു എന്നാണ് 5 മക്കളുടെ മാതാവായിട്ടുള്ള ഈ 46-കാരി ഡെയിലി മെയിലിന് നൽകിയ ഒരു അഭിമുഖത്തിൽ തുറന്നു പറയുന്നു. തന്നെയുമല്ല എല്ലാ കാര്യത്തിലും മേധാവിത്വം പുലർത്തുന്ന ഒരു വ്യക്തിയായിരുന്നു അയാൾ അത്രേ. അയാൾക്കെല്ലാം സ്വതസിദ്ധമായ രൂപത്തിൽ അടക്കി ഭരിക്കണം. എല്ലാത്തിനും മുകളിൽ താനാണ്. താൻ ഒരാളാലും നിയന്ത്രിക്കപ്പെടാൻ പാടില്ല. എല്ലാവരെയും താൻ നിയന്ത്രിക്കുകയും ചെയ്യും. ഇസ്ലാമിന്റെ ഒരു അടിയുറച്ച രീതി, ബേസിക് ഇതാണ്. സ്വന്തം മാതാപിതാക്കളുടെ വീട്ടിൽ വെച്ച് പോലും ഈ അൽ ഷമി എന്ന് പറയുന്ന ജിഹാദി അൽ ഷമി ഇയാള് തന്നെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് എന്ന് എലിസബത്ത് പറയുന്നു. ഗർഭിണിയായപ്പോൾ അത് അലസിപ്പിക്കാൻ ഇയാൾ നിർബന്ധിച്ചു. പിന്നീട്
ഗർഭം താനെ അലസിയപ്പോൾ അത് അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്നാണ് ഇയാൾ പ്രതികരിച്ചത്. എലിസബത്തിനെ ബുർക്ക ധരിക്കാൻ നിർബന്ധിച്ചപ്പോൾ എലിസബത്തിന്റെ മക്കൾ അമിതമായി പാശ്ചാത്യ സംസ്കാരത്തിന് അടിമപ്പെട്ടു, അതുകൊണ്ട് നീ ഇത് ചെയ്യരുത് എന്നായിരുന്നു അത്ര ന്യായീകരണമായി പറഞ്ഞത്. അക്രമം നടക്കുന്നതിന്റെ 5 ദിവസം മുമ്പ് മാത്രമാണ് ഇവരുടെ വിവാഹമോചന അപേക്ഷയിൽ സമ്മതം അറിയിച്ചത്. തനിക്കിനും ഇയാളെ സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എലിസബത്ത് ഒരു വിവാഹമോചനം ആവശ്യപ്പെടുകയും അത് അയാൾ നിരസിക്കുകയും ചെയ്തു. ഒടുവിൽ ശരി, അവർക്ക് വിവാഹമോചനം കൊടുക്കാൻ ഈ ഭീകരൻ തയ്യാറാകുകയായിരുന്നു അത്രേ. മുമ്പും അവരെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു എലിസബത്ത്. അങ്ങനെ 2 പങ്കാളികൾക്കൊപ്പമുള്ള ജീവിതം പരാജയപ്പെട്ടതിനെ തുടർന്ന് അല്പം സ്നേഹം പ്രതീക്ഷിച്ചാണ് താൻ ഡേറ്റിംഗ് ആപ്പ് സന്ദർശിച്ചത് എന്ന് കഴിഞ്ഞ 20 വർഷക്കാലമായി ഒരു നഴ്സിംഗ് അസിസ്റ്റന്റായി ജോലി ചെയ്യുന്ന എലിസബത്ത് ഡേവിസ് പറയും. എലിസബത്തിന്റെ 5 മക്കളുടെ പിതാവായിട്ടുള്ള ആദ്യ പങ്കാളി ക്യാൻസർ ബാധിച്ചു മരിച്ചതാണ്. തുടർന്ന് അവരുടെ ജീവിതത്തിലേക്ക് വന്ന നോർത്ത് വെയിൽസ് സ്വദേശിയും അധികം വൈകാതെ തന്നെ അസുഖബാധിതനായി മരണപ്പെട്ടു. ഈ 2 ദുരിതങ്ങളാണ് അവരെ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഒരു മുസ്ലിം ആകുമ്പോൾ കുറച്ചുകൂടി നല്ല ഒരു പരിഗണനയും ഒരു ലൈഫും എനിക്ക് കിട്ടും. കാരണം പുറമേക്ക് നോക്കുമ്പോൾ ഇസ്ലാം ഭയങ്കര മാനവികതയാണല്ലോ. അങ്ങനെ ഫാംവർത്തിലെ ഒരു മോസ്കിലാണ് ഇവര് മതപരിവർത്തനം നടത്തിയത്. ആദ്യം ഇവരുടെ മതമാറ്റത്തെ കുടുംബക്കാർ എതിർത്തു. പിന്നീട് അവരെ അംഗീകരിക്കാൻ തയ്യാറായി. പക്ഷേ കുത്തിനോവിക്കുന്ന ഏകാന്തതയും 2 പങ്കാളികളുടെ മരണങ്ങൾ തീർത്ത വിടവും മറ്റൊരു പങ്കാളിയെ തെരഞ്ഞെടുക്കാൻ അവർ നിർബന്ധിതരായി. ഒരു ഇസ്ലാം മത വിശ്വാസി വേണം പങ്കാളിയായി എന്നിവർ ആഗ്രഹിച്ചു. അങ്ങനെ അവരെ ഇസ്ലാമിക് ഡേറ്റിംഗ് ആപ്പ് സന്ദർശിക്കാൻ പ്രേരിപ്പിച്ചതും പുറത്തുനിന്ന് നോക്കി കണ്ടപ്പോഴുള്ള ഇസ്ലാം എന്തോ ചക്കരയാണ് എന്നിവർ വിചാരിച്ചതുകൊണ്ടാണ്. ചിലരങ്ങനെയാ. കമലാ സുരയ്യയ്ക്ക് സംഭവിച്ചത് എന്തായിരുന്നു? കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഏറ്റവും വലിയ ഒരു സാഹിത്യകാരി, ലോകമറിയുന്ന വ്യക്തി, ബഹുഭാഷാ പണ്ഡിതയായിട്ടുള്ള വ്യക്തി, അവര് പോലും പെട്ടുപോയി. ഇൻകമിങ് മാത്രമേ നമ്മുടെ മതത്തിൽ ഓക്കെ ഉള്ളൂ, ഔട്ട് ഗോയിങ് നമ്മൾ സമ്മതിക്കില്ല, ഉശിരി പോനാലും സമ്മതിക്കമാട്ടെ. അങ്ങനെയാണ്. നമ്മുടെ മതത്തിലേക്ക് ആർക്ക് വേണമെങ്കിലും കയറി വരാം. പക്ഷേ ഈ മതത്തിൽ നിന്നും അങ്ങോട്ട് പോകണമെങ്കിൽ ഒരിത്തിരി പാടാന്നല്ല, ഇസ്ലാമിലേക്ക് വന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം തുമ്പ് പോകും, തിരിച്ചു പോയാൽ തല പോകും. അങ്ങനെ ഇസ്ലാം എന്താണോ ഈ ലോകത്ത് വിഭാവനം ചെയ്യുന്നത് അതറിഞ്ഞു വെച്ചിട്ട് പോലും അന്ധമായിട്ടുള്ള പ്രീണനം കാരണം മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ച് പലതും നേടാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് ചെയ്യുന്ന ഏത് രൂപത്തിലുള്ള നെറികേടുകളും മറച്ചുവെച്ച് അവരെ പ്രീണിപ്പിക്കാൻ ഇവര് തയ്യാറാണ്. പക്ഷെ എല്ലാവരും ഈ കാറ്റഗറിയാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയി. ഇന്ന് ഇസ്ലാം എന്താണ് എന്നും മുസ്ലിങ്ങൾ വിഭാവനം ചെയ്യുന്ന ഇന്ത്യ എന്താണ് എന്നും കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ അത് തുറന്നു പറയും. യാതൊന്നും ഭയക്കാതെ, ആരെയും പ്രീണിപ്പിക്കാതെ, ആരെയും ഭയപ്പെടാതെ, ആരുടെയും ഭീഷണിക്കു വഴങ്ങാതെ, ആരുടെയും പ്രലോഭനങ്ങൾക്കു വഴങ്ങാതെ താൻ മനസ്സിലാക്കിയ ഇസ്ലാം എന്താണ്, ഇന്ന് ഈ കേരളത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദം എന്താണ് എന്നറിയുന്നവർ തുറന്ന് പറയും. ഒരു സംശയവുമില്ല. ഇന്ന് അതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് സമാധാനത്തോടുകൂടി വീക്ഷിക്കേണ്ടത് ക്രിസ്ത്യാനികളെയാണ്. കാരണം ഇന്നലെ വരെ അവരായി അവരുടെ പാടായി, ഇവരായി ഇവരുടെ പാടായി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ നിലനിൽപ്പിനു വേണ്ടിയുള്ള സമരപാതയിലാണിന്ന്. അവർക്കിവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇസ്ലാം എന്താണ് അവർക്കത് തുറന്നു പറഞ്ഞേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി. ചരിത്രത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് പലരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിഷയം ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി, ഇതിന്റെ പേരിൽ ക്രൈസ്തവ സന്യാസത്തെയും ക്രൈസ്തവ സന്യാസിനിമാരുടെ വസ്ത്രത്തെയും അവഹേളിക്കുന്ന
ചില കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. എന്തിനു വേണ്ടിയാണ് സന്യാസത്തെ അവഹേളിച്ചുകൊണ്ടുള്ള ഇത്തരം കമന്റുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത്? കൃത്യമായ കോടതി വിധി ഉണ്ടായിട്ടും ഉത്തരവാദിത്തപ്പെട്ടവർ ഈ വിഷയത്തിലെടുത്ത നിലപാട് തികച്ചും ഖേദകരമെന്ന് പറയാതെ വയ്യ. പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വർഗീയതയുടെ വിഷം വിതയ്ക്കുന്നവരുടെ യഥാർത്ഥ ലക്ഷ്യം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുവാൻ എത്തിയിരിക്കുന്നത് ഇന്നിന്റെ പ്രവാചക ശബ്ദമായ തറേക്കടവിലച്ചനാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുറന്നു പറഞ്ഞ് തറേക്കടവിലച്ചൻ കേന്ദ്രീകരിച്ച് നടക്കുന്നു. സ്കൂളിന്റെ PTA പ്രസിഡന്റ് ചാനലിൽ പറഞ്ഞതനുസരിച്ചും അതുപോലെ അവരുടെ വക്കീൽ പറഞ്ഞതനുസരിച്ചും എല്ലാം ഇത് SDPIക്കാരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. തൃപ്പൂണിത്തുറ മണ്ഡലം പ്രസിഡന്റ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് SDPI നേതൃത്വം ആ സ്ഥാപനത്തിലേക്ക് ഇരച്ചു കയറിയിട്ട് പോലും അവര് ലൈവ് ഇടുകയും കന്യാസ്ത്രീയെ അപമാനിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ട് പോലും മാധ്യമങ്ങൾക്ക് SDPIയുടെ ഏതോ ഒരു മണ്ഡലമുണ്ടല്ലോ അവിടുത്തെ വൈസ് പ്രസിഡന്റ് ആണ് എന്ന് പറയാൻ പോലും ഭയം. പരിചയപ്പെടുത്തിയാളാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ മറ്റോരെയും നിർബന്ധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. നമുക്കറിയാം PFIയുടെ, അതായത് നമ്മൾ ഇന്ത്യയിൽ വിലക്കിയ PFIയുടെ രാഷ്ട്രീയ വിങ്ങാണ് ഈ SDPI എന്ന് പറയുന്നത്. ഇത് ആധുനിക തീവ്രവാദത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് ആർക്കും സംശയമില്ലല്ലോ. 2024 മെയ് 29 ഡൽഹി ഹൈക്കോടതിയുടെ വിധി അനുസരിച്ച് ഇവര് ഈ PFI അറസ്റ്റ് ചെയ്തവർക്ക് വേണ്ടി അവർക്ക് ജാമ്യം കൊടുത്തപ്പോൾ കോടതിയുടെ വിധി അനുസരിച്ച് ഇന്ത്യയിൽ പലയിടത്തും തീവ്രവാദ പ്രവർത്തനങ്ങൾ PFI നടത്തിയെന്നും 2047 ആകുമ്പോൾ ഇന്ത്യ ഭരണഘടനയും ജനാധിപത്യവും അട്ടിമറിച്ച് ശരിയായ നിയമം നടപ്പാക്കാൻ പരിശ്രമിച്ചു എന്നൊക്കെ ആ വിധിയുടെ 14ാമത്തെ ഖണ്ഡികയിൽ അത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സ്വന്തം പട്ടാളം ഉണ്ടാക്കാനും ഇവർ ശ്രമിച്ചു എന്ന് ഈ കോടതി വിധി തന്നെയുണ്ട്. ഈ PFI 2022 സെപ്റ്റംബർ 28 നിരോധിച്ചതുമാണ്. എന്നാൽ ഇതേ സമയത്ത് ഇവരുടെ രാഷ്ട്രീയ വിങ് മാത്രം നിരോധിക്കപ്പെട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കാം. കാരണം നമ്മുടെ പഴയ രാഷ്ട്രീയക്കാരുടെ ഒരു ദീർഘവീക്ഷണക്കുറവ് അല്ലെങ്കിൽ അജ്ഞത എന്ന് പറയാം, അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ, അജ്ഞത അല്ലെങ്കിൽ ദീർഘവീക്ഷണക്കുറവ് ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പാർട്ടി ഇലക്ഷന് മത്സരിക്കണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ രജിസ്റ്റർ ചെയ്യണം. അത് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 ഇവിടെ ഉണ്ടായിരുന്ന ആക്ട്. ഇതിനെ 1989 കോൺഗ്രസ് സർക്കാർ, രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇതിനെ ഭേദഗതി ചെയ്തു. ഭേദഗതി ചെയ്തിട്ട് 29 എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഭാഗം കൂട്ടിച്ചേർത്തു. ഇത് 1989 കോടതി വിധിയാണെങ്കിൽ പോലും ഇവർ അംഗീകരിക്കില്ല. ആ കോടതിക്ക് മുകളിലാണ് ഇവരുടെ ശരീഅത്ത് ലോ എന്നാണ് ഇവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. വന്നു. അതനുസരിച്ച് ഈ നിയമം അനുസരിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇലക്ഷൻ കമ്മീഷന് രജിസ്റ്റർ ചെയ്യാം. പക്ഷേ ഈ ഒരു രാഷ്ട്രീയ പാർട്ടി ഏതെങ്കിലും വിധത്തിൽ അസ്വീകാര്യമായാൽ അതിനെ രജിസ്ട്രേഷൻ ഒഴിവാക്കാനുള്ള സംവിധാനമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വഖഫ് യൂസർ എന്നൊക്കെ പറഞ്ഞല്ലോ, അങ്ങനെ നിയമം ഉണ്ടാക്കിയ പാർട്ടിയാണല്ലോ ഇത്. അങ്ങനെ ഉള്ള ഒരു നിയമമാണ്. അതുകൊണ്ട് PFI നിരോധിക്കപ്പെട്ടപ്പോഴും SDPI തുടർന്നു. അവരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും ഇപ്പോ ചില കടുംപിടുത്തങ്ങളൊക്കെ പിടിക്കുന്നു. അതിന് ഇവര് നിന്നു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ പള്ളുരുത്തിയില് നടക്കുന്ന സംഭവ വികാസങ്ങള് കേരളത്തിൽ തന്നെ പിടിച്ചു കുലുക്കുന്ന ചില കാര്യങ്ങളാണ്. അവിടുത്തെ നമ്മുടെ ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടാൻ വേണ്ടി ആ വേട്ടക്കാർക്ക് ആ മനുഷ്യനെ എറിഞ്ഞു കൊടുത്ത അതേ കാലഘട്ടമാണ് ഇന്നും എന്നിവര് തെറ്റിദ്ധരിച്ചു പോയി. അതുകൊണ്ട് ഇനിയും അതുപോലെ ക്രിസ്ത്യാനികളെ നടന്നു വേട്ടയാടാമെന്ന് വിചാരിച്ചു. പൂഞ്ഞാറ് പള്ളിമേടയിലേക്ക് ഇരച്ചു കയറി അവിടെ സഹവൈദികനെ വണ്ടിയിടിച്ചു കൊല്ലാൻ ശ്രമിച്ചപ്പോഴും ഹലാലിനെതിരെ ഈ മനുഷ്യൻ തന്നെ ആന്റണി തറേക്കടവിലച്ചൻ ശക്തമായ രൂപത്തിൽ പ്രതികരണം അറിയിച്ചപ്പോഴും ക്രിസ്ത്യാനികൾ, അതുപോലെ കേരളത്തിന്റെ മതേതര ജനത അവരോടൊപ്പം ഒന്നിച്ചു നിന്നു. ഇനിയും നിങ്ങൾക്ക് വേട്ടയാടാൻ, കൈവെട്ടാനും കാലുവെട്ടാനും തലവെട്ടാനും അരിയും മലരും കുന്തിരിക്കവും ഉണ്ടാക്കി വെച്ചിട്ട് 9 വയസ്സുകാരനായ കുട്ടിക്കാലനെ മുൻനിർത്തി കൊല വിളിക്കാനും ഇനി ഇവിടെ അനുവദിക്കില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണിത്. സെന്റ് തെരേസ സ്കൂള് അടച്ചിടുകയുണ്ടായി. ആ വിഷയത്തെ തുടർന്ന് എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? ഇത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത് ഇന്ത്യ 2047 എന്ന് പറയുന്ന ജിഹാദി അജണ്ടയുടെയും ഈ കേരളത്തെ മുഴുവനും ഇവിടെയുള്ള എല്ലാ സംരംഭങ്ങളും ഇല്ലാതെയാക്കി ഒരു പാർട്ടിഗ്രാമമാക്കുക എന്ന് പറയുന്ന ഒരു പാർട്ടി അജണ്ടയുടെയും ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കുന്നത്. ഒക്ടോബർ 7 പ്രശ്നം ആരംഭിക്കുന്നു. ഈ കുട്ടി അവിടെ വന്ന് ചേർന്നിട്ട് 4 മാസമായിട്ട് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു. വേറെ എവിടെയൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, കുഴപ്പങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞ ശേഷം കഴിഞ്ഞ ഒക്ടോബർ 7 ഹിജാബ് ധരിച്ചുകൊണ്ട്, അതായത് അവിടുത്തെ നിയമത്തിന് എന്നാണ് ഹമാസ് ദിനമായി
കേരളത്തിലെ ഹമാസോളികൾ ആചരിക്കുന്ന ഒക്ടോബർ 7-ാം തീയതി തന്നെ ഹിജാബ് ധരിച്ച ആ സ്കൂളിൽ വരണമെന്നും ആ ഹിജാബിനു വേണ്ടിയുള്ള റൈറ്റ്സിന് പ്ലക്കാർഡും പിടിച്ച് ഫോണുകളിൽ ലൈവുമായിട്ട് സ്കൂൾ വളയുന്നത് ആരാ? SDPIക്കാർ. ഇതിന്റെ പിന്നിലുള്ള ചേതോ വികാരം എന്താ? ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? കേരളത്തിൽ കലാപം അഴിച്ചുവിടണം, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മി തല്ലിച്ചാവണം. അതിന് പിന്നിൽ ഇവർക്ക് പല അജണ്ടകളും നടപ്പിലാക്കാനുണ്ട്. ഞങ്ങളെ പോലെയുള്ള ഇസ്ലാം എന്താണ് എന്ന് കൃത്യമായി ആളുകൾക്ക് ബോധവൽക്കരണം നടത്തുന്ന ആളുകളുടെ തലയെടുക്കാനും വീടോടെ കത്തിക്കാനും ഇവർ പ്ലാൻ ചെയ്തിരിക്കുക. ധരിച്ചുകൊണ്ട് വരുന്നു. അത് ശരിയാകുകയില്ല എന്നവർ അറിയിക്കുന്നു. 8-ാം തീയതി വീണ്ടും ആവർത്തിക്കുന്നു. അതായത് ഇന്റൻഷൻ ആയിട്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞപ്പോൾ അവിടെ പാർട്ടിക്കാർ SDPIക്കാർ ഇടപെട്ട് കഴിയുമ്പോൾ ഈ സ്കൂൾ അടച്ചിടുന്ന ഒരു സംവിധാനത്തിലേക്ക് വരുന്നു. അവർ കോടതിയിലേക്ക് പോകുന്നു. കോടതിയിൽ നിന്ന് അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നു. അതേ സമയത്ത് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി അത് സ്കൂളിൽ പോവുകയാണെങ്കിൽ യൂണിഫോം വേണമെന്ന് പറയുന്നു. തുടർന്ന് അടുത്ത ദിവസം അത് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അഭിപ്രായം മാറി മന്ത്രിയുടേത്. സ്കൂളിന് നിരുത്തരവാദപരമാണെന്ന് പറയുന്നു. അത് അനുവദിക്കേണ്ടതാണെന്ന് പറയുന്നു. അതേസമയത്ത് കോടതിയുടെ മുൻകാലത്തിലുള്ള വിധികൾ, ഇത് അനുവദിക്കാത്ത വിധികൾ നിലനിൽക്കുന്നുണ്ട് താനും. മാത്രമല്ല ഈ കേസ് ഇപ്പോൾ കോടതിയുടെ പരിധിയിരിക്കുന്നതാണ്. എന്നിട്ടും അതിന് മുകളിൽ ഓർഡർ കൊടുക്കാനായിട്ട് പറയുന്നു. പിന്നീട് ഇപ്പൊ അവസാനമായിട്ട് നമ്മൾ ഈ വീഡിയോ പറയുന്നതിന് മുമ്പ് കേൾക്കുന്നത് ഈ മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ, ഹിജാബ് അനുവദിക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരു സർക്കുലർ എടുക്കണം എന്ന് പറഞ്ഞത്. അതായത് ഇന്റൻഷനലി ഇത് പ്രശ്നം ഇങ്ങനെ ഒന്ന് തീരുമ്പോൾ, വാസ്തവത്തിൽ ഇതിനു മുമ്പ് ഈ പാർട്ടിക്കാരെ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ കുട്ടിയുടെ പിതാവുമായിട്ടുള്ള ചർച്ചയിൽ തീർന്നതാണെന്ന് പറയുന്നു. സമാധാനപരമായിട്ട് വീണ്ടുമാണ് തീർന്ന പ്രശ്നമാണ് കുത്തിപ്പോകുന്നത്. അതുകൊണ്ട് ഇന്റൻഷനലി പ്രശ്നം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നൊരു ലക്ഷ്യം ഇതിന്റെ പുറകിലുണ്ടെന്ന് സാധാരണ കാണുന്നവർക്ക് മനസ്സിലാവും. അപ്പൊ ഇന്റൻഷൻ ആയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ലക്ഷ്യം? അതിന്റെ ലക്ഷ്യം ഈ പറയുന്ന രണ്ട് ഭാഗത്തിനും ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ കുട്ടിയുടെ പിതാവിന് ഇവിടെ മറ്റ് മുസ്ലിം ഗ്രൂപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് മറ്റ് അയലോക്കാരൊന്നും ഉണ്ടായിരുന്നില്ല വിളിച്ചോണ്ട് പോയി സംസാരിക്കണമെങ്കിൽ. അപ്പൊ അതിനെന്തിനാണ് ഈ സ്കൂളിന്റെ കാര്യത്തിൽ ഈ SDPI ഇടപെടുന്നതെന്ന് ഒന്നാമത്തെ ചോദ്യം. എന്തിനാണ് ഉത്തരവാദപ്പെട്ട മന്ത്രി വാക്ക് മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതും കോടതി വിധിക്ക് എതിരായിട്ട്? അങ്ങനെ ഒരു സംവിധാനത്തിൽ വളരെ ഇന്റൻഷനായിട്ട് ദുരുദ്ദേശപരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് ഇത് വായിച്ചെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അച്ഛാ, കോടതി വിധി ഉണ്ടായിട്ടും അതിന്റെ മുകളിൽ എങ്ങനെയാണ് മന്ത്രി വാക്കുമാറ്റുകയും വേറൊരു കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്യാനുള്ള ചോദ്യമാണ്. ഇത് നമ്മൾ നോക്കുമ്പോ ഇത് ഒരു അജണ്ടയുടെ ഭാഗമാണെന്ന് പറഞ്ഞല്ലോ. ഈ നമ്മൾ കമ്മ്യൂണിസം എടുത്താലും വലിയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലേക്ക് പോയാലും ഈ ജിഹാദി ശരിയാ നിയമങ്ങളുടെ രാജ്യത്ത് പോലും കോടതി വലിയ വിലയെന്നുള്ളൊരു സ്ഥലങ്ങളല്ല ഇത്. ഇതൊരു കോമ്പിനേഷനാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇത് രണ്ടും സത്യദൈവത്തിനെതിരെയുള്ള പ്രസ്ഥാനങ്ങളാണ്. ഒന്ന് നിരീശ്വരവാദമാണ്, ഒന്ന് ദൈവത്തിനെതിരെയുള്ള പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഇവര് ഏത് രൂപത്തിലാണെങ്കിലും ശരി, എതിരെ വരുന്നത് മുസ്ലിങ്ങളാണെങ്കിൽ അവരെ ഒന്ന് സുഖിപ്പിച്ചു നിർത്തുക. അവരെ വിഷമിപ്പിക്കുന്ന, അവരെ വേദനിപ്പിക്കുന്ന, അവരുടെ മതവികാരങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു സമീപനങ്ങളും ഒരു നിലപാടുകളും ഒരു അഭിപ്രായങ്ങളും അവരെടുക്കില്ല. അതുപോലെ നമ്മുടെ നാട്ടിലെ മതപ്രീണകരായിട്ടുള്ള തീവ്രവാദികളെ സുഖിപ്പിക്കുന്ന വാർത്തകൾ മാത്രമേ ഞങ്ങൾ കൊടുക്കൂ എന്ന രൂപത്തിൽ ചില മാധ്യമ അജണ്ടകൾ കൂടിയുണ്ട്. ഏത് രൂപത്തിലാണെങ്കിലും ശരി, പൂച്ച വീണാൽ 4 കാലിൽ വീഴുമെന്ന് പറയുന്നത് പോലെ എങ്ങനെയാണെങ്കിലും ഏതൊരു വിഷയം ഉണ്ടാക്കിയെടുത്താലും അതിന്റെ ബെനിഫിറ്റ് മുസ്ലിങ്ങൾക്ക് ലഭിക്കണം. അങ്ങനെ മാത്രം പ്രവർത്തിക്കുന്ന കുറച്ച് വാർത്താ മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ വാർത്താ മാധ്യമങ്ങൾ അങ്ങനെ തന്നെ അവരുടെ രാഷ്ട്രീയ മത പ്രീണന അജണ്ടകൾ വാരി വിതറുന്നത് കൊണ്ടാണ് അവരുടെ വാർത്തകൾ പോലും ആളുകൾ മൈൻഡ് ചെയ്യാത്തത്. അതുകൊണ്ടാണ് ഓൺലൈൻ മാധ്യമങ്ങളെ ആളുകൾ കൂടുതൽ ആശ്രയിക്കുന്നതും വിശ്വസിക്കുന്നതും. അതുകൊണ്ടാണ് ഇന്നിപ്പോ നമ്മുടെ തലസ്ഥാനത്ത് ആയുധ ശേഖരം വന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരു 1.5 ആഴ്ച മുമ്പായിരുന്നു മലപ്പുറത്ത് ആദ്യം പാലക്കാട് വെച്ചിട്ടെങ്ങാണ്ട് 2 വ്യക്തികളെ പിടിക്കുന്നു. അവരുടെ ബാഗിനകത്ത് മാരകായുധങ്ങൾ ഉണ്ടായിരുന്നു. അവരെ തപ്പി പോയപ്പോഴാണ് എടവണ്ണ, മലപ്പുറം ജില്ലയിലെ മഞ്ചേരി എടവണ്ണയില്, എന്തായുടെ പേരെന്തോ മുഹമ്മദാണ്, മുഹമ്മദ് കമ്മത്ത്. അപ്പൊ അയാളുടെ വീട്ടില് അയാള് വിറ്റതാണ് ഈ ആയുധം എന്ന് മനസ്സിലാക്കുന്നു. അയാളുടെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ മാരകമായിട്ടുള്ള
ഒരുപാട് അത്യാധുനിക ആയുധങ്ങൾ ലഭിക്കുന്നു. വീട്ടിലാണ് ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നത്. അയാൾ ആയുധങ്ങൾ വിൽക്കുകയും ചെയ്തിരുന്നു എന്ന് പോലീസ് പറഞ്ഞു. എങ്ങനെയാണ് ഇങ്ങനെ എത്തുന്നത്? ഇവർക്ക് എവിടെ നിന്നാണ് ഈ ആയുധങ്ങൾ ലഭിക്കുന്നത്? ഇതിന്റെ ലൈസൻസ് ഇവർക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഇവർ ഇവരുടെ വീടുകളിലും ഇവരുടെ ആലയങ്ങളിലും മാരകമായ ആയുധങ്ങൾ കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നത് ആർക്കെതിരെ ഉപയോഗിക്കാനാ? കേരളത്തിന്റെ മതേതരത്വത്തെ കുട്ടിച്ചോറാക്കാൻ, കാഫിറുകളില്ലാത്ത ഒരു ഇന്ത്യയെ ഉണ്ടാക്കിയെടുക്കാൻ, കാഫിറുകളില്ലാത്ത ഒരു അൽ കേരളത്തെ സ്ഥാപിച്ചെടുക്കണമെങ്കിൽ ഇവർക്ക് എന്തെല്ലാം രൂപത്തിലുള്ള സജ്ജീകരണങ്ങളും സംവിധാനങ്ങളുമായിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ചിന്തിച്ചു നോക്കി. മാരകമായ ആയുധങ്ങളാണ് ഇവർ ശേഖരിക്കുന്നത്. അതുകൊണ്ട് അയ്യോ എനിക്കൊരു കൂട്ടുകാരനുണ്ട്, നല്ല സ്നേഹമാണ്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു ജിഹാദി ഒന്നുമല്ല, എന്റെ മുസ്ലിം കൂട്ടുകാരൻ, എന്റെ മുസ്ലിം അയൽക്കാരൻ, എന്റെ മുസ്ലിം സന്തത സഹചാരി, അവസരത്തിനു വേണ്ടി കാതോർത്ത് കാത്തിരിക്കുന്ന, ഒരവസരം കിട്ടിയാൽ പിരടിക്ക് കാച്ചാൻ ഓങ്ങുന്ന, അതല്ലെങ്കിൽ ഊഴം കാത്തിരിക്കുന്ന തീവ്രവാദികളെ തിരിച്ചറിയണം. എല്ലാവരും ഈ കാറ്റഗറിയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ തിരിച്ചറിയണം. ഇതിപ്പോ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് നടന്ന സംഭവമാണ്. ഇന്ന് എത്ര മാധ്യമങ്ങൾ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്ന് നോക്ക്. ഇന്നത്തെ വാർത്തയാണ്. നെടുമങ്ങാടിനും കാരേറ്റിനും ഇടയിൽ വൻ ആയുധ ശേഖരമാണ് പിടിച്ചെടുത്തത്. നോക്കിക്കോ. ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം 8-ാം തീയതി ഞങ്ങളൊരു വീഡിയോ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. അത് ഈ തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗങ്ങളിലും പോപ്പുലർ ഫ്രണ്ട് എന്ന നിരോധിത ഭീകര സംഘടനയുടെ രാഷ്ട്രീയ വിഭാഗമായ SDPI വൻ കലാപത്തിന് തയ്യാറെടുക്കുന്നു എന്നായിരുന്നു ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. അന്ന് തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് പോലുള്ള പ്രദേശങ്ങളിൽ നടന്ന ചില സംഘർഷങ്ങൾ, ആ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആ സംഘർഷവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ശേഖരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് എത്തിച്ചേർന്നത്. അതായത് അന്ന് വാർത്താമാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യാത്ത ചില സംഘർഷങ്ങൾ നെടുമങ്ങാടും പരിസര പ്രദേശങ്ങളിലും നടന്നിരുന്നു. അത് CPIM SDPI സംഘർഷമായിരുന്നു. CPM പ്രവർത്തകരും SDPI പ്രവർത്തകരും തമ്മിൽ സംഘട്ടനം ഉണ്ടാകുന്നു. അതിനുശേഷം പ്രതിഷേധ മാർച്ചടക്കം നടത്തിയിരുന്നു. SDPI നടത്തിയ പ്രതിഷേധ മാർച്ചിൽ CPIM പ്രവർത്തകർക്കെതിരെ വ്യാപകമായ അക്രമം നടത്താനുള്ള ഗൂഢാലോചന നടന്നിരുന്നു. എന്നാൽ ഈ മാർച്ചിനെ നേരിടാനായി CPM പ്രവർത്തകർ എത്തിയത് മാരകായുധങ്ങളുമായിട്ടായിരുന്നു. അങ്ങനെ ഈ സ്പെഷ്യൽ ബ്രാഞ്ചിന് അടക്കം ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആ മാർച്ചിനിടെ ചില ഇടപെടലുകൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള സംഘർഷം അവിടെ നിന്ന് തൽക്കാലത്തേക്ക് ഒഴിഞ്ഞുപോയിരുന്നു. പക്ഷേ ഈ തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗങ്ങളിലും നെടുമങ്ങാട് പോലെയുള്ള മേഖലകളിലെല്ലാം SDPI CPM സംഘർഷം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന സൂചനകൾ അന്ന് തന്നെ നമുക്ക് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ SDPI പഹൽഗാം ഭീകരാക്രമണം നടന്ന സമയത്ത് ന്യൂസ് 18 കേരള അല്ല, ഏഷ്യാനെറ്റ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യും. ആ റിപ്പോർട്ടിന്റെ താഴെ ഒരു കൊടും ഭീകരൻ, മുഹമ്മദ് സനൂഫ് എന്ന് പറയുന്ന ഒരു കൊടും ഭീകരൻ വന്നൊരു കമന്റ് എഴുതുക. ഞങ്ങൾ വിശുദ്ധ യുദ്ധത്തിന് തയ്യാറായിരിക്കുവാണോ? എന്റെ പാകിസ്ഥാൻ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി ഇവിടെയുള്ള മുഴുവൻ അമുസ്ലിങ്ങളെയും ഇല്ലാതാക്കി ഇന്ത്യയുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പണം. നമുക്ക് കാശ്മീർ പിടിച്ചെടുത്ത് പാകിസ്ഥാന്റെ ഭാഗമാക്കി മാറ്റണം. ഇന്ത്യയിലെ മുഴുവൻ അമുസ്ലിങ്ങളെയും നിങ്ങൾ വകവരുത്തണം. ഞങ്ങൾ ഒരു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുവാണ്. അവനെ ഞാൻ പല വീഡിയോകളിലായി കാണിച്ചതിന്റെ പേരിൽ നമ്മുടെ ചാറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് അവൻ ഒരുപാട് ഭീഷണികളൊക്കെ മുഴക്കിയിരുന്നു. മിക്ക ലൈവുകളിലും അവൻ കയറി വരാറുണ്ട്. അപ്പോ ആരിഫിനെയും ജാമിദയെയും തട്ടുമെന്നാണ് അവൻ പബ്ലിക്കായിട്ട് തന്നെ പറഞ്ഞത്. നമ്മുടെ ചാനലിൽ തന്നെ വന്ന് പലപ്പോഴും അവൻ ആ വിഷയം പറഞ്ഞിട്ടുള്ളതാണ്, തട്ടുമെന്ന്. അങ്ങനെ മരിക്കാൻ പേടിയുള്ള ആളുകൾക്കൊന്നും പറ്റിയ ഒരു വിഷയമല്ല ഇസ്ലാം മത വിമർശനം. അതുകൊണ്ട് അങ്ങനെ പേടിയുള്ളവർക്കൊന്നും പറ്റിയതല്ല. അപ്പൊ എത്രമാത്രം തീവ്രവാദം നമ്മുടെ കേരളത്തെ വിഴുങ്ങിയിരിക്കുന്നു എന്നൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്.
വൻ കലാപത്തിന് തയ്യാറെടുക്കുന്നു എന്ന വാർത്ത ചെയ്തത്. ആ വാർത്ത അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗങ്ങളിലും അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത്. അതായത് കഴിഞ്ഞ ദിവസം രാത്രി ഏതാണ്ട് 8-9 മണിയോടുകൂടി തിരുവനന്തപുരത്തെ കാരേറ്റിൽ 2 CPM പ്രവർത്തകർക്ക് മർദ്ദനമേറ്റിരുന്നു. അവരെ മർദ്ദിച്ചത്, അവരെ നേരത്തെ തന്നെ സ്കെച്ച് ചെയ്ത് മർദ്ദിച്ചത് SDPI പ്രവർത്തകരാണ് എന്ന് വ്യക്തമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊരു CPIM SDPI സംഘർഷത്തിന്റെ ഭാഗമായി നടന്ന മർദ്ദനമായിരുന്നു. ഇതിന് തിരിച്ചടി ഏതാണ്ട് രാത്രി 11 മണിയോടുകൂടി CPIMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. കാരേറ്റിലെ ഒരു വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന SDPIയുടെ ഒരു ആംബുലൻസ് ഒരു മുഖംമൂടി ധരിച്ച സംഘം ആക്രമിക്കുകയായിരുന്നു, അടിച്ചു തകർക്കുകയായിരുന്നു. വീടിന് മുൻവശത്ത് പാർക്ക് ചെയ്തിരുന്ന SDPIയുടെ ആംബുലൻസ് ആണ് അടിച്ചു തകർത്തത്. ഈ സംഘം CPI പ്രവർത്തകരാണ് എന്നാണ് SDPI ആരോപിക്കുന്നത്. അടിക്ക് തിരിച്ചടി എന്ന നിലയിലാണ് ആംബുലൻസ് പൂർണ്ണമായും തകർന്നു എന്ന് തന്നെ പറയണം. ആ രീതിയിൽ SDPIയുടെ ആംബുലൻസ് ആക്രമിക്കപ്പെടുന്നു. ഇതിന് തുടർച്ചയായി കാരേറ്റിൽ നിന്നും ഏതാണ്ട് 10-30 കിലോമീറ്ററിലധികം ദൂരമുണ്ട് നെടുമങ്ങാട്ടേക്ക്. പക്ഷേ ഈ നെടുമങ്ങാട്ട് പാർക്ക് ചെയ്തിരുന്ന DYFIയുടെ ആംബുലൻസ്, അവിടെ ഒരു ആശുപത്രിയുടെ മുൻവശത്ത് പാർക്ക് ചെയ്തിരുന്ന DYFIയുടെ ആംബുലൻസ് കത്തിച്ചാമ്പലാകുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഇന്ന് പുലർച്ചെ നടന്ന ഒരു സംഭവമാണ്. DYFIയുടെ ആംബുലൻസ് കത്തിച്ചാമ്പലാകുന്നു. ഇതിന് പിന്നിൽ SDPI പ്രവർത്തകരാണ് എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സൂചന. അതായത് തിരുവനന്തപുരം ജില്ലയിൽ ഏതു ഭാഗത്ത് അക്രമം ഉണ്ടായാലും ഏതു ഭാഗത്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും തിരിച്ചു കൊടുക്കാനുള്ള സംവിധാനം SDPI ഒരുക്കിയിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതായത് CPM പ്രവർത്തകർ കാരേറ്റിൽ ആക്രമിക്കപ്പെടുന്നു, അതിന് മറുപടിയായി ആംബുലൻസ് അടിച്ചു തകർത്തുന്നു. അവർ സാധാരണ കമ്പിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ആംബുലൻസ് അടിച്ചു തകർത്തത്. പക്ഷേ അതിമാരകമായ ഒരു തിരിച്ചടി നെടുമങ്ങാട്ട് ലഭിച്ചിരിക്കുന്നു. അവിടെ DYFIയുടെ സമാനമായ ആംബുലൻസിന് പകരം ആംബുലൻസ് എന്ന രീതിയിലാണ് DYFIയുടെ ആംബുലൻസ് SDPI ഭീകരന്മാർ കത്തിച്ച് ചാമ്പലാക്കിയത് എന്ന് വേണം കരുതാൻ. ഇത് തീർച്ചയായും നേരത്തെ നമ്മൾ വിലയിരുത്തിയതുപോലെ വലിയ രീതിയിലുള്ള സംഘർഷം, ഇത് വെറുതെ ഒരു സംഘടനമോ അല്ലെങ്കിൽ ഒരു ഏറ്റുമുട്ടലോ ഒന്നുമല്ല. ഇത് വലിയ ഗൂഢാലോചനയോടെ കൂടി നടക്കുന്ന സംഘർഷമാണ്. കഴിഞ്ഞ 2 ആഴ്ചയായി നെടുമങ്ങാട്, കാരേറ്റ്, അതുപോലെ തിരുവനന്തപുരം നഗരത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും നടന്നു വരുന്ന അക്രമ സംഭവങ്ങൾ. CPIM SDPI സംഘർഷത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ 2 ആംബുലൻസുകൾ, ഒരു ആംബുലൻസ് തല്ലി തകർക്കുന്നു, മറ്റൊരു ആംബുലൻസ് കത്തിച്ച് ചാമ്പലാക്കുന്നു. ഇങ്ങനെ 2 സംഭവങ്ങൾ അരങ്ങേറിയത് എന്ന് വ്യക്തമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, CPIM-ഉം SDPI പ്രവർത്തകരും തമ്മിൽ ഈ SDPIയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത്. ഈ ജില്ലയുടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലാണ് SDPIക്ക് കൂടുതൽ ശക്തിയുള്ളത്. ഈ പ്രദേശങ്ങളിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത്. മാത്രമല്ല, ഒരു പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചാൽ കേരളത്തിൽ നിന്നും ഇസ്ലാം മത തീവ്രവാദം കപ്പല് കയറുമെന്നും ഫ്ലൈറ്റ് കയറുമെന്നും നരേന്ദ്രമോദി പോലും ധരിച്ചിട്ടില്ല. കാരണം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് തൊട്ടു മുമ്പ് കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിച്ച മഹാജന റാലി, മഹാജന സമ്മേളനം, അതിനകത്ത് വന്ന 4-5 ലക്ഷം ജനത, മാധ്യമങ്ങൾ എഴുതിയതാണ് 4-5 ലക്ഷം എന്നൊക്കെ നമ്മൾ പറഞ്ഞതല്ല. ഇപ്പോ 5-6 അതല്ലെങ്കിൽ 10-12 ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ അറസ്റ്റ് ചെയ്ത് തീഹാർ ജയിലിൽ അടച്ചതുകൊണ്ട് ബാക്കി 5 ലക്ഷം ഭീകരർ മിണ്ടാതിരിക്കുമെന്നും സുബ്ഹാനല്ലാ പറഞ്ഞ് വീടിന്റെ മുക്കിലും മൂലയിലും ഒതുങ്ങുമെന്നും ഇവിടെ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അവരുടെ തന്നെ രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള SDPI-യിൽ ശക്തമായി പ്രവർത്തിക്കാൻ തയ്യാറായി. ഇന്നല്ലെങ്കിൽ നാളെ SDPI-യും ഒരു നിരോധനത്തിലേക്ക് പോകും. അതിനു മുമ്പ് നമുക്ക് ചിലത് ഈ നാട്ടിൽ ചെയ്യാനുണ്ട് എന്ന രൂപത്തിൽ ഇവരുടെ ശക്തി കേന്ദ്രങ്ങൾ മൂവാറ്റുപുഴയാണെങ്കിലും തൊടുപുഴയാണെങ്കിലും തിരുവനന്തപുരമാണെങ്കിലും ശരി, ഓരോ നാടിന്റെയും മുക്കിലും മൂലയിലും ഇവർ ശക്തരാകുകയായിരുന്നു, സംഘടിതരാകുകയായിരുന്നു. ഈ സംഘടിത ടീമിനെ ഒരു രൂപത്തിലും മനസ്സിലാക്കാനോ ഇത് നിരോധിക്കാനോ നമ്മുടെ രാജ്യത്ത് നിയമങ്ങളില്ല, വകുപ്പുകളില്ല. ഇങ്ങനെ ശക്തി കേന്ദ്രമായ SDPIയുടെ ശക്തി കേന്ദ്രമായ സ്ഥലങ്ങളിൽ വൻതോതിൽ വടിവാള്, അതുപോലെ തന്നെ നാടൻ ബോംബ് അടക്കമുള്ള ആയുധങ്ങൾ SDPI സംഭരിച്ചിട്ടുണ്ട് എന്ന സൂചനയും വരുന്നുണ്ട്. അതായത് ഒരു വലിയ സംഘർഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് എതിരാളികളെ ഇല്ലാതാക്കാനുള്ള മാരകായുധങ്ങൾ സംഭരിച്ചു വച്ചതിന് ശേഷമാണ് SDPI തിരുവനന്തപുരം ജില്ലയിൽ പ്രകോപനം സൃഷ്ടിക്കുന്നത് എന്നും ഇപ്പോൾ സൂചനകൾ വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്നത്, ഇങ്ങനെ CPIM പ്രവർത്തകർ വ്യാപകമായി SDPI പ്രവർത്തകരാൽ തിരുവനന്തപുരം ജില്ലയിൽ ആക്രമിക്കപ്പെടുമ്പോഴും സംസ്ഥാനത്തെ പോലീസോ സംസ്ഥാനത്തെ പോലീസിനെ നിയന്ത്രിക്കുന്ന പോലീസ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയോ CPIM-ന്റെ ഉന്നത നേതാക്കന്മാരോ CPIM-ന്റെ കഴിവുകെട്ട സംസ്ഥാന നേതൃത്വമോ ഇതുവരെ SDPI-ക്കെതിരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം മിണ്ടാൻ പറ്റില്ല. ജോസഫ് മാഷിന്റെ കൈയും കാലും എടുത്ത ഈ ടീമിനെ വിമർശിക്കാതെ, ജോസഫ് മാഷെ അന്ന് മഠയൻ എന്നു പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി ഇവരല്ലേ പാലൂട്ടി വളർത്തിയത്, ഇവര് തന്നെ അനുഭവിക്കണം. ഇവര് വളർത്തി കൊണ്ടുവന്നു. വളർന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ തന്നെ തലക്കെട്ട് 2 കൊട്ടുകൊടുത്താലോ എന്ന് തോന്നിയെങ്കിൽ ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. അത് ആരായിരുന്നാലും ശരി, അവര് തീവ്രവാദവും ഭീകരതയുമാണ് വിതയ്ക്കുന്നതെങ്കിൽ അത് കൊയ്തെടുക്കണം.
നമ്മൾ എന്തു വിതച്ചാലും ശരി അത് നമ്മൾ കൊയ്തെടുക്കുക തന്നെ ചെയ്യണം. ഇതിന്റെ പേരെന്താ? സമാധാനം. ആ ലോകത്തൊരു മതത്തിനുമില്ലാത്ത ഒരു പേരാണ് ഈ മതത്തിനുള്ളത്, സമാധാനം. പക്ഷെ ഈ മതം വാരി വിതറുന്നത് അത്രയും അക്രമം. ഇന്നലെ കൊച്ചിയിലെ എസൻസിന്റെ ഒരു വലിയ സമ്മേളനം നടക്കുമ്പോൾ 3 തലകളാണ് അവർ ലക്ഷ്യം വെച്ചത്. 3 തലകൾ. അതൊന്ന് ബംഗ്ലാദേശ് വില പറഞ്ഞ തലയാണ്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളായിട്ടുള്ള ഹിന്ദുക്കളും ഇതര മതവിഭാഗവും അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച്, വേദനകളെ സംബന്ധിച്ച്, അവരവിടെ അനുഭവിക്കുന്ന അനീതികളെ സംബന്ധിച്ച്, വിവേചനങ്ങളും അക്രമങ്ങളും ബലാത്സംഗങ്ങളും കൊള്ളയും കൊലപാതകത്തെയും ഒക്കെ സംബന്ധിച്ച് ലോകത്തെ അറിയിക്കുന്നതിന് വേണ്ടി തസ്ലിമ നസ്രീൻ എന്ന മതം വിട്ട യുവതി ഒരു പുസ്തകം എഴുതി, ലജ്ജ. ഖുർആനിലെ പിശാചിന്റെ വചനങ്ങൾ കണ്ടുപിടിച്ച് അള്ളാഹുവിന്റെ പുത്രിമാരായിട്ടുള്ള ലാത്ത, ഉസ്സ, മനാത്ത എന്നീ 3 ദേവതകളെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞ വചനങ്ങൾ എടുത്ത് ദി സാത്താനിക് വേഴ്സസ് എന്ന് പറഞ്ഞ ഒരു പുസ്തകം എഴുതിയ സൽമാൻ റുഷ്ദിയുടെ തലയെടുക്കാൻ വർഷങ്ങൾക്കു മുമ്പ് ഇനാം പ്രഖ്യാപിച്ച വ്യക്തിയാണ് ഇറാന്റെ ഇന്നത്തെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖൊമേനി. അത് 22 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ഒരു പഹയൻ അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. കഴിഞ്ഞ ഒരു ന്യൂയോർക്കിലെ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് സൽമാൻ റുഷ്ദിയെ വെട്ടി പരിക്കേൽപ്പിച്ചു. ഒരു കണ്ണുപോയി, സംസാരശേഷി ഭാഗികമായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് അക്ഷരജ്ഞാനം ഇല്ല, അക്ഷരജ്ഞാനികളല്ല. ഒന്ന്, അക്ഷരത്തെ വെറുക്കുന്നവരാണ്, വിവരങ്ങൾ ഇഷ്ടമല്ല, വിവര സാങ്കേതിക വിദ്യ ഇവർ ഉപയോഗിക്കും, അതുണ്ടാക്കിയവരെ ഇഷ്ടമല്ല. ഒരു പ്രത്യേക തരം ആശയക്കാരാണ് ഇവര്, ഒരു പ്രത്യേക തരം ആദർശക്കാരാണ് ഇവര്. ഇവരെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ കൂടെ കിടക്കുന്നവർക്കേ രാപ്പനി അറിയൂ എന്നതുപോലെ ഇവരെ ശരിക്ക് പഠിച്ചു മനസ്സിലാക്കിയ ഒരാൾക്കല്ലാതെ ഇവരെ തിരിയില്ല. ജീവൻ പണയം വെച്ച് ഒന്നിനെയും ഭയക്കാതെ ഇവരെന്താണ് എന്ന് പബ്ലിക്കിനോട് പറയാൻ ത്യാഗം ചെയ്തവർക്കല്ലാതെ സാധിക്കില്ല. ഒന്ന്, ഈ തസ്ലിമ നസ്രിന്റെ തലയാണ് കൊച്ചിയിൽ ഇന്നലെ തോക്കുധാരി എടുക്കാൻ ശ്രമിച്ചത്. ഒന്ന്. രണ്ടാമത്തെ തല ഈ കൊച്ചു കേരളക്കരയില് അബ്ദുൽ നാസർ മദനി പറഞ്ഞല്ലോ, മുഹമ്മദ് എന്ന് ചോദ്യ പേപ്പറിൽ എഴുതിയവന്റെ കയ്യും കാലുമല്ല എടുക്കേണ്ടത് തലയാണ് എന്ന് പറഞ്ഞല്ലോ. അന്ന് സവാദ് എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടുകാരന് വലതും ഇടതും തെറ്റിപ്പോയി, അങ്ങനെ കയ്യും കാലും വെട്ടി ആ മഴുവുമായിട്ട് 10 വർഷം കണ്ണൂര് സുഖസുന്ദരമായിട്ട് അവൻ ജീവിച്ചു. അവൻ അന്ന് തെറ്റിയത് ഇന്ന് SDPI-ക്കാരിലൂടെ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം, തെറ്റ് തിരുത്താൻ. അങ്ങനെയാണ് ഒരു യുവാവ് ഒറ്റ വെടിക്കു 3 പക്ഷി എന്ന് പറയുന്നത് പോലെ 3 തലകൾ ലക്ഷ്യം വെച്ചു. അതിൽ ഒരു തല ജോസഫ് മാഷിൻ്റെതാണ്, അടുത്ത തല തസ്ലിമ നസ്രിൻ്റെതാണ്, ഇനി ഒന്ന് രവിചന്ദ്രൻ്റെതാണ്. അതായത് ഏറ്റവും കൂടുതൽ ശാസ്ത്ര, സാങ്കേതിക, സയൻസ് തുടങ്ങിയ സ്വതന്ത്ര ചിന്തകളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എസൻസ് ഗ്ലോബൽ. കേരളത്തിൽ ഒരു ചലനമുണ്ടാക്കാൻ, യുവതയ്ക്കിടയിൽ ഒരു ചിന്താ വികസനം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു പ്രസ്ഥാനം. എല്ലാ മതങ്ങളെയും വിമർശിക്കാൻ, സയൻസിനെ ഡെവലപ്പ് ചെയ്യാൻ, ഒരു മതേതര നാടിനു വേണ്ടി, ഒരു ജനാധിപത്യ നാടിനു വേണ്ടി, രാജ്യസ്നേഹികളെ ഉൽപ്പാദിപ്പിക്കുന്നതിനു വേണ്ടി തുടങ്ങിയ ഒരു പ്രസ്ഥാനം കേരളത്തിൽ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല പേരുകളിൽ അവർ വളർന്നു പടർന്നു പന്തലിച്ച് മതങ്ങൾ എന്താണ് എന്ന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന രൂപത്തിൽ വളർന്നപ്പോൾ ആ മനുഷ്യനെ ഇല്ലാതാക്കാൻ ഒരു വിഭാഗം ആളുകൾ തകർത്ത് പിടിച്ചു ശ്രമിക്കുന്നു. അപ്പോൾ ഈ 3 തലകൾ, ഒന്ന് രവിചന്ദ്രന്റെ തല, 2 തസ്ലിമ നസ്രിന്റെ തല, 3 ജോസഫ് മാഷിന്റെ തല. അങ്ങനെ ഈ നിരീശ്വരവാദ പ്രസ്ഥാനത്തിന്റെ കാതലായിട്ടുള്ള പരിപാടിക്കിടയിൽ തോക്കുധാരി എത്തിയത്. ഈ യുവാവിന് എവിടെ നിന്നാണ് തോക്ക് ലഭിച്ചത്?
ആരാണ് ഇവനെ പറഞ്ഞു വിട്ടത്, ഇവന്റെ പിന്നിൽ കളിക്കുന്നത് ആരാണ് എന്നൊക്കെ നാളെ പുറത്തു വരും എന്നൊന്നും പ്രതീക്ഷിക്കരുത്. അവനെ മാനസിക രോഗിയാക്കി ചിത്രീകരിച്ച് നാളത്തെ FIR-ഉം FIS-ഉം നമ്മൾ കാണേണ്ടി വരും. ിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഇന്ന് കേരളത്തിൽ പതിവ് പോലെ തന്നെ കഴിഞ്ഞ 2-3 ദിവസമായി വാർത്തകളിൽ ഏറ്റവും അധികം പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യപ്പെടുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ്. ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് ആ സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പൊറ്റി എന്നൊരു താരം ഉണ്ടാകുന്നു. ആ താരത്തിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുന്നു. പക്ഷേ അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട് താൻ മാത്രമല്ല ഒട്ടനവധി ആളുകളുണ്ട്. പക്ഷെ അവരെ ഒന്നും ഈ SIT അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുന്നതായിട്ടോ അവർക്കെതിരെ എന്തെങ്കിലും നീക്കം നടക്കുന്നതായിട്ടോ നമുക്ക് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. എന്തായാലും വലിയ രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് അന്വേഷണം നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ മാത്രമേ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനാകൂ. പക്ഷേ ഈ അന്വേഷണത്തിൽ ഇതുവരെ ആശാവഹമായതൊന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിന് പുറമെ ഉണ്ടായിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ് വാസ്തവം. എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ശബരിമല വാർത്തകൾക്കിടയിൽ മുങ്ങിപ്പോയ കേരളത്തിൽ ഇന്ന് നടന്ന ഒരു സംഭവമുണ്ട്. അത് മറ്റൊന്നുമല്ല, കൊച്ചിയിൽ നടന്ന നിരീശ്വരവാദികളുടെ അതിന് ശബരിമല വിഷയം എടുത്ത് അലക്കുന്നത് പോലെ അലക്കാൻ പറ്റിയ ഒരു വിഷയമല്ലല്ലോ. കാരണം നോക്കുപിടിച്ചവന്റെ ലിംഗാഗ്രത്തിൽ വരെ മതമുണ്ട്, അവന്റെ താടിയിൽ മതമുണ്ട്, മീശയിൽ മതമുണ്ട്, അവൻ ധരിച്ചിരിക്കുന്ന വേഷത്തിൽ മതമുണ്ട്. അപ്പൊ പിന്നെ അവന്റെ വിഷയം എടുത്ത് മാധ്യമങ്ങൾക്ക് പറയാൻ പറ്റുമോ? തോറും നടന്നു വരാറുള്ള എസൻസ് ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. അത് എല്ലാ വർഷവും നടന്നു വരാറുള്ളതാണ്. ഈ ഫ്രീ തിങ്കേഴ്സിന്റെ ഒക്കെ ഒരു ആനുവൽ ഗെറ്റ് ടുഗദർ എന്ന് പറയാം. അവരുടെ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിരവധി ചർച്ചകൾ പൊതുസമൂഹത്തിൽ വളർന്നു വന്നിട്ടുള്ള അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതുമായ നിരവധി വിഷയങ്ങൾ അവരുടെ വേദിയിൽ 1-2 ദിവസം ചർച്ച ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു പരിപാടിയാണ് കൊച്ചിയിലെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇന്ന് നടന്നത്. ആ പരിപാടി ഇടയ്ക്ക് വെച്ച് ഒരല്പം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. ആ നിർത്തിവെക്കേണ്ടി വന്നത് എങ്ങനെ എന്ന് ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ വേദിയിലേക്ക് ഒരാൾ തോക്കുമായി വരുന്നു. ആ തോക്കുമായി, അതായത് ഈ തോക്കുമായി വന്നയാൾ അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആ വലിയ ഒരു സുരക്ഷാ വലയം തന്നെ തീർക്കുന്നു. ഉടനടി തന്നെ നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചർച്ച നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ലൈവ് ചർച്ച അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ചർച്ചയിൽ നിന്നും ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്നും ആളുകളെ മുഴുവൻ ഒഴിപ്പിക്കുന്നു. ബോംബ് സ്ക്വാഡും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ പരിശോധന നടത്തുന്നു. ആ പരിശോധനയൊക്കെ കഴിഞ്ഞ് പൂർണ്ണമായും വേദിയും സദസ്സും എല്ലാം സാനിറ്റൈസ് ചെയ്തതിനു ശേഷം വീണ്ടും പുറത്തുണ്ടായിരുന്ന പ്രതിനിധികളെ ഫ്രിസ്ക് ചെയ്ത് വലിയ കർശനമായ പരിശോധനകൾക്ക് ശേഷം അകത്തേക്ക് കടത്തിവിട്ട് പരിപാടി തുടർന്നു. ഇതാണ് ഇന്ന് സംഭവിച്ചത്. പക്ഷേ ഇതിൽ വലിയൊരു വിഷയമുണ്ട്. ഇത് സത്യത്തിൽ ആ തോക്കുമായി വന്നത് ഒരു ആക്രമണത്തിന് തന്നെയാണോ എന്നോ അല്ലെങ്കിൽ അവിടെ ഒരു ഭീകരാക്രമണം ഇന്ന് നടക്കേണ്ടിയിരുന്നോ, പാളിപ്പോയ ഭീകരാക്രമണമായിരുന്നു എന്നൊക്കെ സംശയം തോന്നാവുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് അങ്ങനെയൊന്നുമല്ല. ഈ തോക്കുമായി വന്നയാൾ, അയാൾക്ക് തോക്ക് കൈവശം വയ്ക്കാനുള്ള ലൈസൻസ് ഉണ്ട്. ഈ പരിപാടിയിൽ അയാൾ അത് എന്തിനു കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ അറിവില്ലായ്മയായിരിക്കാം. അങ്ങനെയാണ് ഇയാൾ ഈ പരിപാടിയിൽ എത്തപ്പെട്ടത്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു ഭീഷണിയും പരിപാടിക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് പരിപാടി തുടർന്നത്. എനിക്ക് തോന്നുന്നു പരിപാടി നാളെയും തുടരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പരിപാടിക്ക് യഥാർത്ഥത്തിൽ ഭീഷണി ഉണ്ടായിരുന്നു. ഇതൊരു പാളിപ്പോയ ആക്രമണമായിരുന്നോ? ഇത് കൃത്യമായി ചില സംശയങ്ങൾ ഇപ്പോഴും ദൂരീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാകാൻ 1-2 കാരണങ്ങളുണ്ട്. ഇതിൽ ഒന്നാമത്തേത്, ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടിയിരുന്ന അതിഥികൾ ആരൊക്കെ എന്നുള്ളതാണ്. ഈ നിരവധി അതിഥികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടിയിരുന്നു. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 പേരാണ്. ഒന്ന്, ബംഗ്ലാദേശ് എഴുത്തുകാരിയായ തസ്ലീമ നസ്രീൻ. രണ്ടാമത്തെ ആൾ നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ TJ ജോസഫ് സാറാണ്. തസ്ലീമ നസ്രീനെ നമുക്ക് പരിചയമുണ്ട്. അതായത് അവർ ബംഗ്ലാദേശി എഴുത്തുകാരിയായിരുന്നു. ഇസ്ലാമിക മത തീവ്രവാദികളുടെ ഭാഗത്തു നിന്നും വധഭീഷണിയുള്ള ആളാണ്. ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്തു അല്ലെങ്കിൽ മതത്തെ അവഹേളിച്ചു എന്നൊക്കെ പറഞ്ഞ് ഈ ബംഗ്ലാദേശിൽ നിന്നും ഇവരെ നാടുകടത്തുന്നു. പിന്നീട് മത തീവ്രവാദികൾ ഇവർക്ക് വിനാട് നടത്തുന്നു. ലോകം മുഴുവൻ ഇവർക്ക് സഞ്ചരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോഴും വധഭീഷണിയിൽ തന്നെ കഴിയുന്ന ഇസ്ലാമിക തീവ്രവാദികളുടെ റഡാറിൽ തന്നെയുള്ള വലിയ സുരക്ഷ, രാജ്യം വലിയ സുരക്ഷ നൽകുന്ന ഒരു വ്യക്തി കൂടിയാണ് തസ്ലീമ നസ്രീൻ. ബംഗ്ലാദേശി എഴുത്തുകാരിയാണ്. ഇസ്ലാമിക മതമൗലികവാദ പ്രത്യയശാസ്ത്രങ്ങളെ തന്റെ എഴുത്തിലൂടെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ പാതകം എന്നത്. നമ്മുടെ TJ ജോസഫ് സാറിനെ നമുക്ക് അതിലും സുപരിചിതമാണ്. മലയാളിയാണ്. ന്യൂമാൻ കോളേജിൽ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിന്റെ ചോദ്യ പേപ്പറിൽ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ചോദ്യം, ആ ചോദ്യം മതത്തെ അവഹേളിക്കുന്നതാണ്, പ്രവാചകനെ നിന്ദിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഈ 6-ാം നൂറ്റാണ്ടിൽ നിന്നും ബസ് കിട്ടാത്ത ചില ആളുകൾ ഇദ്ദേഹത്തെ ആക്രമിക്കുകയും അദ്ദേഹത്തിന്റെ കൈ വെട്ടിമാറ്റുകയും അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ, അതായത് കേരളത്തിലെ മത തീവ്രവാദികൾ മാത്രമല്ല ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി ഒരു വിഭാഗം ആളുകൾ ഇദ്ദേഹത്തിന്റെ ജീവിതം തന്നെ നമ്മുടെ കൺമുന്നിൽ വെച്ച് തകർക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഏറ്റവും കൂടുതലായി കോടതിയിൽ നിന്നും അദ്ദേഹത്തിന് നീതിയൊക്കെ കിട്ടുന്നുണ്ട്. ഈ ആളുകൾക്ക് ശിക്ഷയൊക്കെ ഇപ്പോൾ കോടതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇസ്ലാമിക തീവ്രവാദികളുടെ കണ്ണിൽ നോട്ടപ്പുള്ളികളായ 2 വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടിയിരുന്നത് അതിഥികളായി എന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ആക്രമണ ശ്രമം തോക്കുമായി ഒരാൾ വേദിയിൽ വന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു നിഷ്കളങ്കനായിരുന്നു അല്ലെങ്കിൽ സ്വാഭാവികമായി വന്നതാണ്. അതിന് പിന്നിൽ ദുരൂഹതയില്ല. നമ്മൾ നേരത്തെ തന്നെ വിചാരിച്ചതാണ്. ഞാൻ ഇന്നലെ തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. നാളെ ഈ തോക്കുധാരിയെ ഒരു മാനസിക രോഗിയായോ അതല്ലെങ്കിൽ ഒരു അറിവില്ലാത്ത, ഒരു വിവേകമില്ലാത്ത ഒരാള് അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ് എന്ന രൂപത്തിലോ മന്ദബുദ്ധിയായോ ഒക്കെ നാളെ മാറ്റും.
മാനസിക രോഗിയാക്കാനാണ് ഏറ്റവും എളുപ്പം കേട്ടോ. കാരണം ബൈബിള് കത്തിച്ചാൽ അവൻ മാനസിക രോഗി. സുനയിൽ നിന്നും ഒരു മുടി പറിച്ച് തുളസി തറയിൽ ഇട്ടാൽ അവൻ മാനസിക രോഗി. ഒരാളെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാൽ അവൻ മാനസിക രോഗി. അങ്ങനെ ഒരു പ്രത്യേക തരം മാനസിക രോഗമാണ് ഈ കേരളത്തെ ബാധിച്ചിരിക്കുന്നത്. അതേതാണ്ട് സമീപകാല സാഹചര്യങ്ങളിൽ നിന്നും നമുക്കത് ബോധ്യപ്പെട്ട വസ്തുതയുമാണ്. പക്ഷെ ഇനിയും എത്ര പേരെ ഇങ്ങനെ മാനസിക രോഗികളാക്കി മാറ്റും എന്നതൊരു വിഷയമാണ്. മുമ്പ് കണ്ണൂർ ആലപ്പുഴ ഇന്റർസിറ്റി എക്സ്പ്രസിന് പെട്രോൾ ഒഴിച്ച് തീയിട്ട ഒരു ഭീകരൻ ഉണ്ടായിരുന്നു, ഷാരൂഖ് സൈഫ്. അവനെയും ഇവര് പറഞ്ഞത് അവൻ മാനസിക രോഗിയാണ്. മുമ്പ് ഒരു ദീപാവലി ദിനത്തിൽ 2 വർഷം മുമ്പ് സംഘമേശ്വര ക്ഷേത്രം കോയമ്പത്തൂര്, അവിടെ ഒരു ജമീഷ മുബിൻ എന്ന് പറയുന്ന 22കാരൻ ഒരു കാറ് നിറയെ സ്ഫോടക വസ്തുക്കളുമായി ക്ഷേത്രത്തിന്റെ അടുത്ത് ക്ഷേത്രത്തിലേക്ക് ഇടിച്ചു കയറ്റിയതാണ്. പക്ഷെ തൂണിൽ ഇടിച്ച് കാറ് നിന്നു. അപ്പോഴേക്ക് പൊട്ടിത്തെറിച്ചു. അവനെയും മാനസിക രോഗി എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇത്തരം മാനസിക രോഗികളുടെ ഈറ്റില്ലമായി മാറിയിട്ടുണ്ട് നമ്മുടെ നാട്. ഈ മാനസിക രോഗികളെയൊക്കെ ഇങ്ങനെ അങ്ങ് ഇറക്കി വിട്ടിരിക്കുവാണോ എന്ന ചോദ്യം. കുറച്ചു നാൾ മുമ്പ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അടുത്ത്, ഗുരുവായൂർ തന്നെ ക്ഷേത്രത്തിന്റെ അടുത്ത് ഹോട്ടൽ, എന്താണ്, പാരഡൈസ്, ന്യൂ പാരഡൈസ് എന്ന് പറയുന്ന ഒരു ഹോട്ടൽ നടത്തുന്ന ഒരു വ്യക്തിയാണ്. എന്റെ പേരെന്തോ ഞാൻ മറന്നുപോയി, കാക്കാണ്. അപ്പോ ഇവന് തുളസിത്തറയിൽ ഇവന്റെ തുണി പൊക്കി, അത്രയ്ക്ക് മുടി വളർത്തിക്കൊണ്ട് നടക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു മുടി പറിച്ചിട്ട് ആ തുളസിത്തറയിലിട്ടു. അവനെ പിന്നീട് പറഞ്ഞു മാനസിക രോഗിയാണെന്ന്. 10-30 വർഷമായിട്ട് ഈ ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഇയാള്. ഒരു മാനസിക രോഗിയെ എങ്ങനെ ഇവരിങ്ങനെ ഇറക്കി വിടും? ഒരു ഹോട്ടൽ നടത്താൻ എങ്ങനെ ഒരു മാനസിക രോഗിക്ക് റൈറ്റ്സ് കിട്ടും? ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും ഉത്തരമില്ലാതെ വരുമ്പോൾ ഇവരേറ്റവും ഒടുവിലെടുക്കുന്ന ഒരു അജണ്ടയാണ് മാനസിക രോഗം. ഇപ്പതാ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളില് 140 കുട്ടികൾ, മുസ്ലിം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. ഈ 140 കുട്ടികൾക്കും ഇത്ര വർഷമായിട്ടും ഹിജാബിനെ സംബന്ധിച്ചിട്ട് ഒരു നാമവും അവിടെ ഉയർന്നു വന്നിട്ടില്ല. അവർക്കാർക്കും ഹിജാബ് വേണമെന്നോ നമസ്കരിക്കാൻ സ്ഥലം വേണമെന്നോ ഒന്നും പറഞ്ഞ് ഒരട്ടഹാസവും ഇതുവരെ ഉയർന്നു വരാത്ത സാഹചര്യത്തിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഹിജാബ് വേണം. അത് കഴിഞ്ഞപ്പോൾ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 കുട്ടികളുടെ പേരൻസ്, എന്റെ കുട്ടിയെയും ഞാൻ ഈ സ്കൂളിൽ നിന്ന് മാറ്റുവാണ്. അപ്പോൾ ആദ്യം ഹിജാബ് വേണമെന്ന് പറഞ്ഞ കുട്ടിക്ക് ആ സ്കൂള് മാറണ്ട, ആ സ്കൂളിൽ തന്നെ പഠിച്ചാ മതി. അപ്പോൾ ആരാ മൂഞ്ചിയത്? ഇവർക്ക് പിന്തുണ അറിയിച്ചിട്ട് മറ്റു 2 കുട്ടികളെ ഹിജാബിന് വേണ്ടി മാറ്റാമെന്നും അല്ല, നേരത്തെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ പോയി പഠിച്ചാൽ പോരായിരുന്നു? ഇതിന്റെ റൂൾസും റെഗുലേഷൻസും ഒക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ ആ സ്കൂളിൽ പോയി പഠിച്ചാൽ പോരായിരുന്നോ? അവര് തന്നെ പറയട്ടെ, ഞാൻ പറയുന്നത് കള്ളമാണോ എന്ന്. സെന്റ് റീത്താസ് സ്കൂളിലെ യൂണിഫോം കോഡ് തെറ്റിച്ച് ഒരു പെൺകുട്ടി തലയിൽ തട്ടമിട്ട് സ്കൂളിലെത്തി. അത് സ്കൂളിലെ നിയമത്തിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് പുറത്തു നിന്നും ഒരുകൂടം SDPI പ്രവർത്തകർ സ്കൂളിലേക്ക് എത്തി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം ഈ സ്കൂൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു. എന്നാലും ഇന്ന് സ്കൂളിന് അനുകൂലമായിട്ട് കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. സ്കൂളിലെ യൂണിഫോം എല്ലാ കുട്ടികളും അനുസരിക്കണമെന്നാണ്, സ്കൂളിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കുട്ടികൾ അനുസരിക്കണമെന്നാണ് നിർദ്ദേശം വന്നിരിക്കുന്നത്. കൂടാതെ 140ഓളം മുസ്ലിം കുട്ടികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത്. മറ്റു കുട്ടികൾക്കൊപ്പം അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നമാണ് ഒരു പെൺകുട്ടി ഇവിടെ ഈ ഹിജാബ് ധരിച്ച് ഇവിടെ എത്തി ഈ പ്രശ്നങ്ങൾക്കൊക്കെ സാഹചര്യം ഉണ്ടാക്കിയത്. എന്തായിരുന്നു ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം? സ്കൂൾ പ്രിൻസിപ്പലും വൈസ് പ്രിൻസിപ്പലും മറുപടി ചെയ്യുകയാണ്. നമുക്ക് ഈ പ്രശ്നം നമ്മൾ അനുഭവിച്ചു തുടങ്ങിയത് 7ാം തീയതി ഓൺവേർഡ്സ് ആണ്. ഒക്ടോബർ 7-നാണ് ഈ ഒരു പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുന്നത്. ഒക്ടോബർ 7-ാം തീയതി തന്നെ ഈ പ്രശ്നത്തിന് തിരികൊളുത്താൻ ഇവര് തീരുമാനിച്ചത് എന്തിനാണെന്ന് ആലോചിച്ചു നോക്കും. ഇസ്രായേലിലേക്ക് ഹമാസ് ഭീകരർ ഇരച്ചു കയറി അവിടെ 1400 പേരെ കൊന്നു ചോരപ്പുഴ ഒഴുക്കി 257 പേരെ പിടിച്ചു ബന്ദികളാക്കി ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിന് തിരികൊളുത്തിയ അതേ ദിവസം തന്നെ ഈ കുട്ടി ഹിജാബ് ധരിച്ചെത്തുന്നു. ഈ കുട്ടിയുടെ ഹിജാബിന് വേണ്ടിയുള്ള റൈറ്റ്സിന് വരുന്നത് ആരാ? SDPI പ്രവർത്തകർ. ഇതിന്റെ പിന്നിൽ ഗൂഢലക്ഷ്യമില്ല എന്ന് നിങ്ങളൊന്ന് പറയാമോ? അതുവരെ ജൂൺ മുതൽ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഇത്രയും വരെ ഈ കുട്ടിക്ക് ഹിജാബ് വേണ്ട, മതം വേണ്ട, പരലോകം വേണ്ട. ഒക്ടോബർ 7-ാം തീയതി തന്നെ ഇത് തെരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചിന്തിച്ചു നോക്ക്. കേരളത്തിൽ ഒരു കലാപം ഉണ്ടാക്കാൻ. 7-ാം തീയതി നമ്മുടെ ആർട്സ് ഡേ സെലിബ്രേഷൻ ആണ്. ആർട്സ് ഡേ സെലിബ്രേഷന്റെ അന്ന്
ഒരു കുട്ടി നമ്മുടെ സ്കൂൾ പ്രിസ്ക്രൈബ് ചെയ്യാത്ത ഒരു യൂണിഫോം കോഡ് ധരിച്ചാണ് കുട്ടി വരുന്നത്. അപ്പോൾ എനിവേ ഷീസ് സ്റ്റാൻഡിങ് ഔട്ട് ഓഫ് ദ ഹോൾ. അവൾ ഉള്ളിൽ കയറി, പക്ഷേ ഹോളിന്റെ അകത്ത് കയറുന്നില്ല. പ്രോഗ്രാം നടക്കുന്ന ഹോളിന്റെ അകത്തോട്ട് കയറുന്നില്ല. ഞാനിത് കണ്ടു, കുട്ടിയെ കണ്ടു, ഈ ഒരു യൂണിഫോം കോഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ് ടീച്ചറിനെ തന്നെ കുറച്ചുകൂടെ കോൺടാക്ട് ഉണ്ടാകുമല്ലോ, പേഴ്സണലി കോൺടാക്ട് എനിവേ ക്ലാസ് ടീച്ചറുമായിട്ട് ഉണ്ടാകും. ഒന്ന് വിട്ടു, എന്താ സംസാരിക്കണം, നമ്മൾ ആദ്യമായിട്ട് കാണുകയാണല്ലോ, ഇങ്ങനെ ഒരു കോഡ് നേരത്തെ കണ്ടിട്ടില്ലല്ലോ, 4 മാസമായി കുട്ടി ഇവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ വരുന്നത് എന്താണെന്ന് മിസ് ഒന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു. മിസ് ചോദിച്ച പ്രകാരം കുട്ടി പറയുന്നത്, ഇത് എന്റെ മതം പറയുന്നത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ, എന്റെ പാരന്റ്സും എന്റെ ഫാമിലി മൊത്തം എന്നോട് പറയുന്നത് ഇതിട്ട് തന്നെ പഠിച്ചാൽ മതി സ്കൂളിൽ എന്ന രീതിയിലാണ്. ഓക്കെ, ആ ഒരു 5 to 7 മിനിറ്റിൽ കുട്ടി അവിടെ നിൽക്കുകയാണ്, സംസാരിക്കുകയാണ്. ഈ ടൈം കൊണ്ട് ക്ലാസ് ടീച്ചർ തന്നെ നമ്മുടെ പാരന്റ്സിനെ വിളിക്കുന്നുണ്ട്, ഒന്ന് വരണമെന്ന് പറഞ്ഞുകൊണ്ട് പാരന്റ്സിന് കോൾ പോകുന്നു. പാരന്റ്സ് വരുന്നു. കുട്ടി നമ്മുടെ ഹോളിൽ തന്നെ പ്രോഗ്രാം 8ാം ക്ലാസ്സിലാണ്. അതുവരെ ഈ കുട്ടിക്ക് പ്രശ്നങ്ങളൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോ ക്ലാസ്സിലെ ആ പ്രോഗ്രാം നടക്കുന്ന ഹോളിൽ തന്നെ കുട്ടി ഇരുത്തുന്നു. ഞങ്ങൾ ഒരു കുഴപ്പമില്ലാതെ, അവർക്ക് ടെൻഷൻ ആകാതെ ആ ഒരു രീതിയിൽ കംഫർട്ടാക്കി അവിടെ തന്നെ ഇരിക്കുന്നു കുട്ടി. ഈ വർഷം അഡ്മിഷൻ വന്നതാണ്. ഈ വർഷം ജൂൺ 2 കയറിയതാണ് കുട്ടി. അത് കഴിഞ്ഞിട്ട് പാരന്റ് വന്നു. ആ സമയത്ത് തന്നെ നമ്മുടെ എക്സൈസ് ഓഫീസറാണ് ഇനാഗ്രേഷന് വേണ്ടി വന്നത്. അദ്ദേഹം വന്നത് ഒരുമിച്ചായിരുന്നു. അപ്പോൾ പാരന്റ്സിനോട് ഒന്ന് വെയിറ്റ് ചെയ്തോളൂ, ഞാൻ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് വന്നിട്ട് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇനാഗ്രേഷൻ സ്പീച്ച് നടക്കുന്ന സമയത്ത് പാരന്റ്സ് അതേ വൈകിയതുകൊണ്ടായിരിക്കാം അവര് പോയി. പിന്നെ ഒരു കോളോ ഒന്നും തന്നെ വന്നില്ല. കുട്ടി നമുക്ക് എൻഗേജ് ആയി. പ്രോഗ്രാംസ് നടക്കുവാണല്ലോ ഇവിടെ. കുട്ടികളുടെ ആ ഹോളിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു പ്രോഗ്രാമും കണ്ടു എല്ലാ കുട്ടികളുടെയും കൂടെ. അത് കഴിഞ്ഞിട്ട് 8ാം തീയതി സെയിം ഒരു ഇതിൽ തന്നെയാണ് കുട്ടി വരുന്നത്. പ്രോഗ്രാം നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ 8ാം തീയതി വന്നപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ് എല്ലാ കുട്ടികളോടും മിങ്കിൾ ചെയ്യിപ്പിക്കാനായിട്ട്. നമുക്കൊരു യൂണിഫോമിറ്റി ഉണ്ടല്ലോ. അപ്പൊ ഈ കുട്ടിയെ നമ്മൾ കോൺഫറൻസ് റൂമിൽ വിത്ത് പ്രസൻസ് ഓഫ് ക്ലാസ് ടീച്ചർ, ഒറ്റക്കല്ല, കുട്ടിയെ ക്ലാസ് ടീച്ചറിന്റെ ഒപ്പം അവിടെ എത്തി സംസാരിപ്പിക്കുന്ന സമയത്ത് ക്ലാസ് ടീച്ചർ തന്നെ പാരന്റിനെ വിളിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ആവശ്യം പറഞ്ഞുകൊണ്ടാണ് തലേന്ന് വിളിപ്പിച്ചത്. അപ്പോൾ കുട്ടിയോട് പാരന്റ് വന്നു. പാരന്റ് വന്നിട്ട് പറയുന്നത്, കാണുന്നില്ല കുട്ടി എവിടെയാണെന്ന് പുള്ളി കാണുന്നില്ല. ഞങ്ങൾ സാർ പേടിക്കണ്ട, കുട്ടി സേഫ് ആണ്, അവളുടെ കോൺഫറൻസ് ഹാളിൽ അവരുടെ ടീച്ചറിന്റെ കൂടെ ഉണ്ട്, സാർ ഇരിക്കണമെന്ന് പറഞ്ഞു. ഇതിന് മുന്നേ തന്നെ നമുക്ക് 7ാം തീയതി ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ നമ്മുടെ PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ, PTA പ്രസിഡന്റിനെ അറിയിച്ചു, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ അറിയിച്ചു. അവരെല്ലാവരും സ്കൂളിന്റെ മാനേജ്മെന്റ് റൂൾ എങ്ങനെയാണോ അത് തന്നെ നമ്മളും അത് ഓക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരും അംഗീകരിക്കുകയാണ്. ഇത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അവരും ഒരു തീരുമാനം എടുക്കുകയാണ്. 7ാം തീയതി പാരന്റ്സ് വന്നപ്പോൾ കുറച്ച് റേസ്ഡ് ആയിട്ടാണ് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് PTA പ്രസിഡന്റിനെ അറിയിച്ചു, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ അറിയിച്ചു. അവരും വന്നു. കാര്യം ഇങ്ങനെയാണെന്ന് പാരന്റ്സിനോട് പറയണമല്ലോ. എല്ലാവരും തന്നെ ഇരുന്നു, അദ്ദേഹത്തോട് സംസാരിച്ചതിന്റെ ഇതിലെ അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ PTA പ്രസിഡന്റിനെ വിളിക്കാം, കാര്യം പറയാം, ഇവിടുന്ന് TC മേടിച്ച് പോകണോ വേണ്ടയോ എന്നുള്ളത് ഞങ്ങൾ പറയാം എന്ന രീതിയിൽ അദ്ദേഹം പോയി. അപ്പോൾ കുട്ടിയെ കൂടെ ഞങ്ങൾ കൊണ്ടുപോകുവാണ്. ഈ രീതിയിലുള്ള വസ്ത്രധാരണമാണല്ലോ. കുട്ടിയെ കൂടെ കൊണ്ടുപോയി. ഇളയ കുട്ടി ഇവിടെ പഠിക്കുന്നുണ്ട് 5th സ്റ്റാൻഡേർഡിൽ. അപ്പോൾ അവരെയും കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. പാരന്റ്സിന്റെ കൂടെ ഈ 2 കുട്ടികളെയും നമ്മൾ വിടുകയാണ്. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം മൊത്തം പാരന്റ് വിളിച്ചിട്ടില്ല. നെക്സ്റ്റ് ഡേ മുഴുവൻ നമ്മൾ വെയിറ്റ് ചെയ്തു, പാരന്റ് വിളിച്ചിട്ടില്ല. പിന്നെ വരുന്നത് കുട്ടി 10th അത് ആസ് യൂഷ്വൽ നമ്മുടെ ക്ലാസ് നടക്കുന്ന സമയത്താണ്. ക്ലാസ് നടക്കുന്നില്ല, അസംബ്ലിക്ക് കുട്ടികൾ ഇറങ്ങി നിൽക്കുന്ന, ഓർഡറായി നിൽക്കുന്ന, അസംബ്ലി തുടങ്ങാൻ പോകുന്ന സമയത്താണ് കുട്ടി വരുന്നത്. സെയിം ഈ ഒരു കോഡിലാണ്, ഈ ഡ്രസ് കോഡിലാണ് കുട്ടി വരുന്നത്. എനിവേ നമ്മൾ വീണ്ടും ഈ കുട്ടിയെ കോൺഫറൻസ് റൂമിൽ വിത്ത് പ്രസൻസ് ഓഫ് ടീച്ചർ നമ്മൾ അവിടെ കൊണ്ടിരുത്തി കുട്ടിയോട് സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് പാരന്റിനെ വിളിച്ചു. പാരന്റ് ഒരു വിളി കാത്തു നിൽക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്തു. ഓൺ ദ സ്പോട്ടിൽ പാരന്റ് എത്തി. പാരന്റ് അവിടെ നിന്ന് ഉച്ച വെച്ചാണ് വന്നത്. കുട്ടി സേഫ് ആണ്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ കുട്ടി സേഫ് ആണ്. ഒന്ന് പാരന്റിനോട് സംസാരിക്കാൻ വേണ്ടി നമ്മൾ സംസാരിച്ചതാണല്ലോ. PTA പ്രസിഡന്റിന്റെയും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന്റെയും സാന്നിധ്യത്തിൽ നമ്മൾ സംസാരിച്ചതാണ്. സാർ ഒന്നും ഞങ്ങൾക്ക് തീരുമാനം പറഞ്ഞില്ല, നമ്മുടെ ഡ്രസ് കോഡ് ഇതല്ലോ, നിങ്ങൾ ഓൾറെഡി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വായിച്ചിട്ടാണ് ഇവിടെ അഡ്മിഷൻ എടുത്തത്. അദ്ദേഹം പറഞ്ഞു, ഇതെന്റെ കുട്ടി ഇതിട്ട് തന്നെ പഠിക്കത്തുള്ളൂ. ഈ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് മദറും വരുന്നുണ്ട്, ഒപ്പം 2 പേരും കൂടെ കയറി വന്ന് ഒരു റേസിംഗ് രീതിയിലാണ് നമ്മളോട് സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പാർട്ടിയും കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുന്നുണ്ട്. ഞാൻ ഇവിടുത്തെ വൈസ് പ്രസിഡന്റ് ആണെന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അദ്ദേഹം കാര്യം എന്താണ് തിരക്കി, നമ്മൾ ജസ്റ്റ് കാര്യം ഒന്ന് പറഞ്ഞു. അത് കഴിയുമ്പോൾ പിന്നെ ഗേറ്റിന്റെ അകത്തും പുറത്തുമായിട്ട് നല്ല ബഹളമാണ്. ഗേറ്റിന്റെ ഉള്ളിലോട്ട് ഒരു 5-ൽ കൂടുതൽ, ഒരു 6-ൽ കൂടുതൽ ആളുകൾ കയറി വരുക. ഭയങ്കര ബഹളം ഉണ്ടാകുന്നു. ഈ സമയത്ത് നമ്മുടെ KG സെക്ഷന്റെ അവിടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ ബഹളമാണ്. അവിടെ കുഞ്ഞുങ്ങളാണ്, അവർ പേടിക്കുന്ന സമയം കൂടെയാണ്. ഈ ബഹളമൊക്കെ കേട്ടിട്ട് ഉടനെ തന്നെ നമ്മൾ അവിടുത്തെ വിൻഡോസ് ഒക്കെ ക്ലോസ് ചെയ്തു, കുട്ടികളെ സേഫ് ആകാൻ വേണ്ടിയിട്ട്. ഒപ്പം ആ 9:30 എന്നൊരു സമയത്ത് നമ്മുടെ PKG സെക്ഷൻ അപ്പോഴാണ് അവർ വീട്ടിൽ നിന്ന് വരുന്നത്. അപ്പോഴാണ് നമ്മൾ അവർ അഡ്മിറ്റ് ചെയ്യുന്നത്. ഈ സമയത്ത് കുട്ടികൾ കാണുന്നുണ്ട്, പാരന്റ്സ് കാണുന്നുണ്ട്. എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രഷർ, അപ്പൊ തന്നെ ഒരു ഫിയർ, ടെൻസ് ആയി. എന്താ ഒരിക്കലും കാണാത്ത ഒരു സംഭവം, ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. ഉടനെ തന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ ഉടനെ തന്നെ നമ്മുടെ ഒരു ക്രമസമാധാനം തകർക്കുന്ന രീതിയിൽ, സ്കൂളിന്റെ ക്രമസമാധാനം തകർക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് കണ്ടപ്പോൾ ഉടനെ പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിൽ നമ്മൾ അറിയിച്ചു. അതിന് പ്രകാരം അവിടുന്ന് പോലീസ് ഓഫീസേഴ്സ് വന്നു. SI ഉൾപ്പെടെ ഉള്ളവരെ ഈ പാരന്റ്സിനെയും കുട്ടിയെയും ഓഫീസിന്റെ ഉള്ളിലോട്ട് വിളിപ്പിച്ച് നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ, ഡൽഹി ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇത് നോക്കി നിങ്ങൾക്ക് ഫോളോ ചെയ്താൽ പോലെ, അല്ലെങ്കിൽ TC മേടിച്ച് നിങ്ങൾ പൊക്കോളൂ. എന്നിട്ടും അദ്ദേഹം ഇതിന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളത് ഹൈക്കോടതിയിലോട്ട് അത് നമ്മുടെ ഇത് ഫോർവേഡ് ചെയ്തു. നമുക്ക് ഇന്നൊരു വിധി വന്നിരിക്കുന്നത് സ്കൂളിന് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ വേണം, ഹൈക്കോടതി വിധിയാണത്. നമുക്ക് ഇന്ന് അത് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. പോലീസ് പ്രൊട്ടക്ഷൻ അതിക്രമിച്ച് കടന്നു. അതുപോലുള്ള മറ്റു പാർട്ടികളിൽ നമുക്ക് പറയാൻ പറ്റില്ല, ഇപ്പോൾ ഇവിടെ ഏത് പാർട്ടിയാണെന്നുള്ളത് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ആളുകളും കയറി വന്നു. കാരണം പാരന്റും മാനേജ്മെന്റും PTAയും തമ്മിൽ ഇടപെട്ട് തീർക്കേണ്ട കാര്യമാണ്, അവിടെ അവസാനിക്കേണ്ട കാര്യമായിരുന്നു ഇത്. പ്രിസ്ക്രൈബ്ഡ് യൂണിഫോം ഇന്ന രീതിയിൽ ഇങ്ങനെ വേണം വരാനായിട്ട്. ഇപ്പൊ നമ്മൾ അങ്ങനെ മതപരമായി എന്ന് ഉൾക്കൊള്ളിക്കുമ്പോൾ അവിടെ വരുന്നത് ഇന്നാൾക്ക് ഇന്നയിടാം, ഇന്നാൾക്ക് ഇതിടാം എന്ന് ഒരിക്കലും ഒരു സ്റ്റാൻഡേർഡ് റൂൾസ് നമുക്ക് എഴുതി ചേർക്കാൻ പറ്റില്ല. കാരണം നമ്മളെല്ലാവരും ഈക്വൽ ആണ്.
ഒരു ഇക്വാലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു യൂണിഫോം നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, മാനേജ്മെന്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അതിനോട് അവർ സഹകരിക്കുന്നില്ല. യൂണിഫോം ധരിക്കുന്നതിന് പുറമെ ഈ ചട്ടം കൂടി ഇടും. അതെ അതെ. ഇവിടെ എത്ര ഒരു സ്കൂളിൽ എന്തിനാണ് യൂണിഫോം എന്ന് പോലും അറിയാത്ത ആളുകൾ എന്തിനായിരിക്കും അങ്ങോട്ട് പോയി വലിഞ്ഞു കേറുന്നത്? ഈ ഹിജാബുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയം മനഃപൂർവം കലാപമുണ്ടാക്കുന്നതിനു വേണ്ടി തന്നെയായിരുന്നു എന്നതിന്റെ ഒരുപാട് തെളിവുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. അതായത് കേരളത്തില് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് ശേഷം ഇവര് കാതോർത്ത് കാത്തിരിക്കുവാണ് ഒരു പ്രശ്നമുണ്ടാക്കുന്നതിന് വേണ്ടി. ഇവർക്ക് പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താലുകൾ വന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തോടനുബന്ധിച്ചിട്ട് ഒരു കലാപം ഈ കേരളത്തിൽ ഉണ്ടാക്കാൻ ഇവര് കാത്തിരുന്നു. അതിനുവേണ്ടി ഇവര് ഒരുപാടൊക്കെ ചെയ്തു. പൂഞ്ഞാറ് ഇവര് സഹവൈദികനെ പള്ളിമേടയിൽ കയറി 18 വയസ്സ് പോലും പൂർത്തിയാകാത്ത കുട്ടികൾ കലാപ കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കി വാഹനമിടിപ്പിച്ച് സഹവൈദികനെ കൊല്ലാൻ ശ്രമിച്ചതടക്കമുള്ള വിഷയങ്ങൾ കേരളത്തിൽ വർഗീയ കലാപമുണ്ടാക്കുന്നതിനു വേണ്ടി ഇവർ ആസൂത്രണം ചെയ്തതായിരുന്നു. ഇവരുടെ ഒരു ആസൂത്രണവും നടക്കാതെ വന്നപ്പോൾ ഇവർ ഓരോരോ പടിയായിട്ട് മുന്നോട്ട് പോയി. സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ 2 തവണ അവർ വിലക്കിയപ്പോഴും ഈ സ്കൂളിന്റെ യൂണിഫോമേ ഇവിടെ ധരിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, എന്റെ കുട്ടിക്ക് ഈ മതവേഷം ധരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ നട്ടെല്ലു വളയ്ക്കാതെ എന്നാൽ TC വാങ്ങിപ്പോയിക്കോളൂ കാക്ക എന്ന് പറയാൻ ധൈര്യം കാണിച്ച ആ സ്കൂൾ മാനേജ്മെന്റിനാണ് കേരളം ഇന്ന് സല്യൂട്ട് അടിക്കുന്നത്. അതെ, സ്കൂളിന്റെ നിയമങ്ങൾ ഒരു ഭീകരന്റെ മുമ്പിലും ഒരു ഭീകരവാദ സംഘടനയ്ക്ക് മുമ്പിലും അടിയറവ് വെക്കേണ്ടതല്ല. നമ്മുടെ രാജ്യത്തൊരു കോടതിയുണ്ട്, ഭരണഘടനയുണ്ട്, നിയമപാലകരുണ്ട്. നമുക്കതിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുമെന്നിരിക്കെ എന്തിന് ഇവരുടെ കാൽ കീഴിൽ കൊണ്ടുപോയി നമ്മുടെ റൈറ്റ്സ് പണയം വെക്കണം എന്ന് ചിന്തിച്ച ആ സ്കൂൾ മാനേജ്മെന്റ്, അത് ഇന്നത്തെ കേരളത്തിന്റെ മതേതരത്വം അവരോടൊപ്പമാണ് നിന്നത്. ഈ ഹിജാബ് പ്രശ്നം ഇളക്കി വിട്ടിട്ട് 2 മതവിഭാഗങ്ങളെ കൂട്ടിയടിപ്പിച്ച് ചോര കുടിക്കാൻ വേണ്ടി കാത്തുനിന്ന SDPIക്ക് പണി കിട്ടി കോടതിയിൽ നിന്ന്. കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ യൂണിഫോം പ്രശ്നം സമാധാനപരമായി പരിഹരിക്കപ്പെട്ടുവെങ്കിലും സ്കൂളിനെതിരെ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ പ്രസ്താവനയോടെ പ്രശ്നം വീണ്ടും ആളിക്കത്തുകയാണ്. ഈ വിവാദ വിഷയത്തിലെ ശരിയും തെറ്റും കണ്ടെത്തി യൂണിഫോം കേസുകളിൽ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വീകരിക്കേണ്ട നിലപാടുകൾ വ്യക്തമാക്കുകയാണ് പോസിറ്റീവ് സ്റ്റോക്കിന്റെ ഈ അധ്യായത്തിൽ. സമാനമായ വിഷയത്തിൽ 2018 ഡിസംബർ മാസം 4-ാം തീയതി ഫാത്തിമ തസ്നീം BS സ്റ്റേറ്റ് ഓഫ് കേരള എന്ന 35-293 നമ്പറിലുള്ള കേസിൽ ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് തിരുവനന്തപുരം ക്രൈസ്റ്റ് നഗർ സീനിയർ സെക്കൻഡറി സ്കൂൾ എന്ന CMI വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അനുകൂലമായി നടത്തിയ വിധി പ്രസ്താവത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെയും ഈ വിഷയത്തിൽ സത്യമറിയാൻ ആഗ്രഹിക്കുന്നവരുടെയും അറിവിലേക്കായി മലയാളത്തിൽ സ്വതന്ത്ര വിവർത്തനം ചെയ്ത് അവതരിപ്പിക്കുകയാണ്. സ്കൂളിൽ ഹിജാബ് ധരിക്കാൻ അനുവദിക്കാം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫയൽ ചെയ്യപ്പെട്ട ഹർജിയിൽ ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് നടത്തിയ വിധി പ്രസ്താവത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ: ഒരു വിദ്യാർത്ഥിയെ ശിരോവസ്ത്രവും നീളക്കെ ഷർട്ടും ധരിച്ചുകൊണ്ട് ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ അനുവദിക്കണമോ എന്നുള്ള വിഷയത്തിൽ അന്തിമ തീരുമാനം എടുക്കുവാനുള്ള സമ്പൂർണ്ണ അധികാരം ആ സ്കൂളിന്റെ മാനേജ്മെന്റിൽ നിക്ഷിപ്തമായിരിക്കുന്നു. കോടതിക്ക് ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ പോലുമാവില്ല. അതുകൊണ്ട് ഈ പരാതി തള്ളിക്കളയുന്നു. അപേക്ഷകർ TC ആവശ്യപ്പെട്ടുകൊണ്ട് സ്ഥാപനത്തെ സമീപിക്കുന്നുവെങ്കിൽ സ്കൂൾ അധികാരികൾ യാതൊരു പരാമർശവും കൂടാതെ TC നൽകേണ്ടതാണ്. നിസ്സംശയം പറയുന്നു, അപേക്ഷകർ സ്കൂളിന്റെ ഡ്രസ് കോഡ് അനുസരിക്കുവാൻ വണ്ടിക്കൂലിക്ക് പൈസയും കൂടി കൊടുത്ത് വിട്ടേരെ TC, എന്നിട്ട് ഒരു ടാറ്റായും പറഞ്ഞു വിട്ടേരെ, മേലിൽ ഇതുവഴി കണ്ടുപോകരുതെന്നും കൂടി ആണെങ്കിൽ മാത്രം അവർക്ക് ആ സ്കൂളിൽ പഠനം തുടരാം. 2018 കേരള ഹൈക്കോടതി നടത്തിയ ഈ വിധി പ്രസ്താവത്തിന് ഇപ്പോഴും സാധുത ഉണ്ടായിരിക്കെ ഇതിന് വിപരീതമായി ഒരു തീട്ടൂരമിറക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ ഭയപ്പെടുത്തുവാൻ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ സംഘടനയ്ക്കോ ഈ ഭാരതത്തിൽ സാധ്യമല്ല എന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവർ അറിഞ്ഞിരിക്കുക. കൂടാതെ 2022 സിന്ധു ശിവദാസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിലും കോടതി വ്യക്തമായി പറയുന്നു, ഒരു സ്ഥാപനം യൂണിഫോം പോളിസികൾ നടപ്പിൽ വരുത്തുന്നത് ഒരു തരത്തിലുമുള്ള ഒരു ക്രൂരതയല്ല, അതിന്റെ പേരിൽ ആർക്കും മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാകേണ്ടതില്ല. മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 30(1) പ്രകാരം ന്യൂനപക്ഷ സമുദായത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും അതിന്റെ സമ്പൂർണ്ണ ഭരണ നിർവഹണം നടത്തുവാനും പൂർണ്ണ അവകാശമുണ്ട്. ഇറ്റ്സ് എ ഫണ്ടമെന്റൽ റൈറ്റ്സ്. കേരളത്തിൽ ഒന്നിലധികം കോടതി വിധികൾ യൂണിഫോം ഏർപ്പെടുത്തുന്നതിനുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അവകാശത്തെ അടിവരയിട്ട് അംഗീകരിക്കുമ്പോൾ അതിനെതിരെ നിലപാടെടുക്കുന്നത് ആരാണെങ്കിലും അത് കോടതി അലക്ഷ്യവും ഭരണഘടനാ വിരുദ്ധവുമാണ് എന്ന് പൊതുസമൂഹം തിരിച്ചറിയണം.
എന്തായാലും പള്ളുരുത്തി സെന്റ് പീറ്റർ സ്കൂളിലെ ഹിജാബ് വിഷയത്തിൽ സ്വന്തം നിലപാടിൽ അടിയുറച്ചു നിന്ന് തികഞ്ഞ ആർജവത്തോടെ ആരെയും ഭയപ്പെടുത്താതെ കാര്യങ്ങൾ വ്യക്തതയോടെ അവതരിപ്പിച്ച് ഈ വിഷയത്തെ കൈകാര്യം ചെയ്ത സ്കൂൾ മാനേജ്മെന്റ് കേരളത്തിലെ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാതൃകയായി. DD ഓഫീസർ ഒരു സംശയവുമില്ല. വന്നിരിക്കുന്ന റിപ്പോർട്ട് സത്യവിരുദ്ധമാണ് എന്ന് തന്നെയാണ്. കാരണം നമുക്ക് എവിഡൻസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും തന്നെ നമ്മുടെ കൈവശമുണ്ട്. അത് എന്തായാലും കോടതിയുടെ പരിധിയിലിരിക്കുന്ന കേസായതുകൊണ്ട് അത് അങ്ങനെ തന്നെ പോകട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്, മാനേജ്മെന്റ്. അതെ, തീർച്ചയായിട്ടും നിയമങ്ങൾ പാലിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അത് പാലിക്കപ്പെടുക തന്നെ വേണം. കേരളത്തിൽ നിന്ന് ഈ ഹിജാബ് പോകേണ്ടുന്ന കാലഘട്ടം അതിക്രമിച്ചിരിക്കും. ഇറാനിൽ പോലും ഹിജാബ് വിരുദ്ധ സമരം അരങ്ങേറുമ്പോൾ, പാകിസ്ഥാനിൽ പോലും ഹിജാബ് വിരുദ്ധ പ്രതിഷേധങ്ങൾ ലോകവ്യാപകമായി ശ്രദ്ധ പിടിച്ചു പറ്റുമ്പോഴും ഒരു മതേതര മലയാളിക്കരയിൽ ഹിജാബേ ഹിജാബേ അപ്പിക്കുപ്പായം വേണം. തൂറാൻ പോകുമ്പോൾ അന്നത്തെ കാലത്ത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു കക്കൂസ് ഉണ്ടായിരുന്നെങ്കിൽ ഒഴിവാക്കാവുന്ന ഒരു കുപ്പായത്തിന് വേണ്ടി ഇവിടെ കിടന്ന് അടിപിടി കൂടുക. എന്നിട്ട് ആരും പീഡിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്രേ മുറിയന്മാരിൽ നിന്നാണ് മുസ്ലിങ്ങൾക്ക് സംരക്ഷണം വേണ്ടത്. മദ്രസയിൽ പോകുന്ന കുഞ്ഞിന്റെ ശരീരത്തിന്റെ ഏത് ഭാഗം കണ്ടിട്ടാണ് ഇവന്മാര് കയറിപ്പിടിച്ച് കമിഴ്ത്തിയും മലർത്തിയും കിടക്കുന്നത്? ആ കുഞ്ഞുങ്ങളിൽ വെളിച്ചെണ്ണ പ്രയോഗം നടത്തുന്നത് അതുങ്ങളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ കണ്ടതുകൊണ്ടാണോ? മരിച്ചിനിക്കമ്പിൽ തുണി ചുറ്റിയാലും പെണ്ണാണ് എന്ന് പറഞ്ഞ് കയറിപ്പിടിക്കുന്ന ഈ വർഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് മഫ്ത, എന്ത് പർദ, എന്ത് പള്ളി? കണ്ട ഹിജാബ് വിഷയം കേരളത്തിലും എത്തിയിരിക്കുകയാണ്. കൊച്ചിയിലെ ഒരു സ്കൂൾ തന്നെ തുറക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഹിജാബ് വിഷയം മാറിയിരിക്കുന്നു. കേരളത്തിൽ ഇനി ഇതിന്റെ തുടർച്ച എന്തായിരിക്കും? തുടർച്ച മുസ്ലിംസ് പണിപൊട്ടിക്കൊണ്ടേയിരിക്കും. കുറച്ചേറെ തുടങ്ങിയിട്ടില്ല. മുസ്ലിംസ് ഒരു ഫ്രഞ്ച് അല്ലെങ്കിൽ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളൊക്കെ അത് തുടങ്ങി. ഇപ്പൊ ഞാനൊക്കെ പഠിച്ചത് മുസ്ലിങ്ങൾ കുറേയായി ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ച് ഇറങ്ങിയിട്ട്. ആ സ്ഥാപനങ്ങളിൽ പ്രത്യേകത അതൊന്നും നമ്മളെ ക്രിസ്ത്യാനിയാണ് നിർബന്ധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവർ പഠിപ്പിക്കുന്നു, അല്ല ഡിസിപ്ലിൻ ആയിരിക്കണം. അതുകൊണ്ടാണ് അവരുടെ റിസൾട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ അവർ പൊതുവായിട്ട് സയന്റിഫിക് ആയിട്ടുള്ള വിശ്വാസത്തിനുള്ള നല്ല സിലബസ് ഒക്കെ നോക്കിയെടുക്കും ഏതാണെങ്കിലും. അപ്പൊ ഈ സ്ഥാപനങ്ങൾ അതുകൊണ്ട് സ്വാഭാവിക കുട്ടികൾ. അപ്പൊ ഞാൻ എന്റെ മോനെ പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ക്രിസ്ത്യൻ സ്ഥാപനം ആണ് ഞാൻ ചൂസ് ചെയ്യും. അതല്ലെങ്കിൽ ഞാൻ സരസ്വതി വിദ്യാഭ്യാസം പോലൊരു സ്ഥാപനം, അല്ല സെൻട്രൽ സ്കൂൾ, അങ്ങനെയൊക്കെ ഞാൻ ചൂസ് ചെയ്യും. കാരണം അത് നല്ല ഔട്ട്പുട്ട് ഉണ്ടാവും. ക്രിസ്ത്യൻ സ്ഥാപനങ്ങളൊന്നും ഈ മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ കുട്ടികളെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറഞ്ഞ് ഉള്ള പ്രശ്നങ്ങളും, അല്ല അതിന്റെ പുറത്ത് ഹരാസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആത്മഹത്യ ഒക്കെ അല്ലാതെ വേറെ മതവുമായി ബന്ധപ്പെട്ട മതപരിവർത്തനമായി ബന്ധപ്പെട്ടോ എന്നോ അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് അങ്ങനെ ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിനെതിരെ മറ്റേ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ വലിയ ഫീസ് മേടിക്കുന്നു, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രഷറൈസ് ചെയ്യുന്നു കുട്ടികളെ ഈ ഡിസിപ്ലിന്റെ പേരിൽ ഭയങ്കരമായി പുറത്താക്കുന്നു. അതിന്റെ കുട്ടികൾ അതോടൊപ്പം തന്നെ ഈ ഫീസിന്റെ കാര്യമാണ് ആത്മഹത്യ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് കൊച്ചി തന്നെ വിഷയം ഉണ്ടായിട്ടുണ്ട്. ഒരു പയ്യൻ എനിക്കിപ്പോൾ അതൊരു വിഷമമാണ്. അപ്പൊ അത്തരം വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ ഈ പറയുന്നത് പോലെ മറ്റേ പക്ഷെ മുസ്ലിം സ്ഥാപനങ്ങളിൽ എല്ലാം ഞാൻ MES ഒക്കെ വളരെ പ്രോഗ്രസീവായി ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ അതേ മോഡൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. പക്ഷെ ഒരു മുസ്ലിം സ്ഥാപനത്തിലെങ്കിലും സ്ത്രീവാദത്തിലൊക്കെ പിള്ളേരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള സിലബസ് വന്നതായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായി. അതാണ് എന്താണ് ഫീസ് സ്കൂൾ. അതിന്റെ പേര് തന്നെ ഫീസാണ്, പക്ഷെ ഫീസ് എന്ന് ഇസ്ലാമാണ്. ഇസ്ലാം എന്ന് വെച്ചാൽ അപ്പൊ ഇസ്ലാമിക് സ്കൂൾ എന്ന് പറഞ്ഞില്ല. ആ സ്കൂൾ അങ്ങനെ ഒരു വിഷയം വന്നിരുന്നു. ഗവൺമെന്റ് ആക്ഷൻ എടുത്തത്. ഇങ്ങനെ ഒരു വിഷയം ഒരു ക്രിസ്ത്യൻ സ്ഥാപനമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടില്ല. മനസ്സിലായി? അപ്പം അങ്ങനെ ഈ ഇപ്പൊ മുസ്ലിം സ്ഥാപനങ്ങൾ കണ്ടമാനം ഇപ്പം വരുന്നുണ്ട്. MES പോലെ തന്നെ ഒരുപാട് എണ്ണം വരുന്നുണ്ട്. അപ്പൊ അവർക്ക് വലിയൊരു ഭീഷണി ഈ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളാണ്. ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒടുക്കത്തെ ഈ ഫീസും പിന്നെ രണ്ടാമത്തെ ഈ പറഞ്ഞ ഡിസിപ്ലിന്റെ പേരിൽ ഭയങ്കര ഹരാസ്മെന്റ് ഉണ്ട് ചില സ്ഥലങ്ങളൊക്കെ. ഇതിന് പിന്നിൽ ഇതിന് പിന്നെ ഒരു എന്താ പറയാ, കുട്ടി ആദ്യം 4 മാസം അല്ല ഇതിന്റെ പ്രശ്നം പിന്നിൽ എന്ന് വെച്ചാൽ ബേസിക് കാര്യം എന്ന് വെച്ചാല് ഈ നല്ല സ്കൂളിൽ പിള്ളേരെ വിടാന്നുള്ളതാണ്. അങ്ങനെ ആ കുട്ടിയെ അങ്ങോട്ട് വിട്ടു. അങ്ങനെ നിൽക്കുന്ന സമയത്തേക്കാണ് അവിടെ ഈ തട്ടിടാൻ പാടില്ല. എന്നാ കാണിച്ചു തരാം. സാറിന്റെ അഭിപ്രായം എന്താണ്? സ്കൂളുകളിൽ മതചിഹ്നങ്ങൾ മതവസ്ത്രങ്ങൾ ആവശ്യമുള്ളതിനോട് ചോദിച്ചു കഴിഞ്ഞാല് ഈ മിനിമം സാധനങ്ങൾ വെക്കാം. ഒരു വെയിൽ തട്ടെടുത്തതെന്ന് ഞാൻ എടുക്കുന്നുണ്ട്. തട്ടെടുത്തതിന് ഒരു കുരിശ് നോക്കുന്നതിന് പൊട്ടെടുത്തതിന് ഞാൻ എടുക്കുന്നില്ല. അത് നമ്മുടെ ഐഡന്റിറ്റിയുടെ ഭാഗം. പക്ഷെ അതിന്റെ ഉപരി ചാക്കിട്ട് നടക്കുക, ഈ പറഞ്ഞ തന്നെ മതി മൊത്തം ഭസ്മം പൂശി നടക്കുക, വലിയ പൊന്തേക്ക് മൊത്തം അടിച്ചു നടക്കുക, അത് വേണം. അപ്പം ഇതെന്ന് വെച്ചാൽ വളരെ കൃത്യം നമുക്കങ്ങനെ ആരോ കേട്ടു എന്നാ പിന്നെ നമ്മളെ ശക്തി കാണിച്ചു കൊടുക്കുക. എനിക്കതിന് എന്തുകൊണ്ടാണ് ഈ മുസ്ലിംസ് ഏറ്റവും കൂടുതലുള്ള ഞങ്ങളുടെ മലബാറിലാണ്. അവിടെ ഇത്രയും പ്രശ്നമൊന്നുമില്ല. ഈ എറണാകുളം തൃശ്ശൂർ മേലെ താരതമ്യം മുസ്ലിംസ് കുറവാണ്. ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് ആയിട്ടുള്ള പ്രദേശം. അവിടെ എന്താണ് ഇത്രമാത്രം പ്രശ്നം? അവിടെയാണ് മൊത്തം പ്രശ്നമുണ്ടാകുന്നത്. തമാശ കൈവെട്ടിയത് ആ ഏരിയ എന്നാണ്. സെൻട്രൽ ട്രാവൻകൂർ ആ ഒരു ഏരിയ, സെൻട്രൽ കേരളം ആ ഒരു ഏരിയ എന്നാണ്. അവിടെ മുസ്ലിം അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. SDPI മേഖലയും അതോടൊപ്പം എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ മുസ്ലിം ലീഗ് മേഖലയില്ല, ഞങ്ങളെ മേഖലയിൽ പ്രശ്നം ഉണ്ടാവില്ല. ഞങ്ങളൊക്കെ ക്രിസ്ത്യൻ സ്ഥാനത്ത് പഠിച്ചവരാണ്. അവർ ചിലപ്പോൾ അവരുടെ പ്രാർത്ഥന ഉണ്ടാവും. ചില ക്രിസ്ത്യൻ പിള്ളേർക്ക് ബൈബിൾ ക്ലാസ് ഉണ്ടാവും, നമുക്കില്ല. അതിനെന്താ പ്രശ്നം? ഞാൻ പഠിച്ചാൽ പ്രാർത്ഥനമില്ല, പിന്നെ പ്രാർത്ഥന കൊണ്ട് വന്നു. അത് ഏതായാലും ദൈവം ഒന്നല്ലേ, അല്ലെങ്കിൽ നമ്മൾ അവരെ അങ്ങോട്ട് വിട്ടേക്കണ്ട. നിങ്ങൾക്ക് ഇതെല്ലാം അതാണ് നമുക്ക് അവരുടെ മതവിശ്വാസവുമായി സഹകരിക്കാൻ പറ്റില്ലെങ്കിൽ
നമുക്ക് ആ സ്ഥാപനം വേണ്ട. മുസ്ലിങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ടല്ലോ, അവിടെ പോയി പഠിച്ചാൽ മതി എന്ന് തീരുമാനിക്കണം. അതിനും കൂടി ഒരല്പം വെളിവ് കാണിച്ചാൽ തീരാവുന്ന വിഷയമേ ഇവിടെയുള്ളൂ. ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ തെരഞ്ഞു പിടിച്ച് അവിടെ കയറി ചെന്നിട്ട് അവിടെ നിങ്ങളുടെ ഈ മതവിഷം അവിടെ വാരി വിതറാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ആ സ്ഥാപനത്തിന് അവരുടേതായിട്ടുള്ള മതവും വിശ്വാസവും രാഷ്ട്രീയവും ആശയവും ആദർശവും നിലപാടുകളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ട്. അത് എല്ലാ മതവിഭാഗങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്കുമുണ്ട്, മതനിരാസ സ്ഥാപനങ്ങൾക്കുമുണ്ട്. അപ്പൊ അവിടെ കയറി ചെന്നിട്ട് അവിടെ തന്നെ പഠിക്കണം, നിങ്ങളുടെ നിയമം അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം. അവിടെ തട്ടമിടുന്നുണ്ട്, നിക്കരിക്കുന്നുണ്ട്, ഉച്ചയും കുത്തി മറിയുന്നുണ്ട്, നോമ്പ് പിടിക്കുന്നുണ്ട്, ഭയങ്കര ചിട്ടയാണ്, അച്ചടക്കമാണ്, അതുകൊണ്ടാണ് അവിടെ ചെല്ലുന്നതെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് പഠിക്കണം. ഇവിടെ കന്യാസ്ത്രീകൾ വേഷമിട്ടിട്ടാണ് പഠിപ്പിക്കുന്നത്, അയ്യോ അരോചകം, വേണ്ടെന്നേ. ആരും നിങ്ങളെ അങ്ങോട്ട് പ്രലോഭിപ്പിച്ചോ ഭീഷണിപ്പെടുത്തോ ക്ഷണിച്ചതൊന്നും അല്ലല്ലോ. അവിടെ പോയി ചേരുന്നവർക്ക് എന്തെങ്കിലും സമ്മാനമോ ബിഗ് ബമ്പർ എന്തെങ്കിലും ലോട്ടറിയോ ഒന്നും തരുന്നില്ലല്ലോ. വേണ്ട. ആദ്യത്തെ എൻട്രൻസ് പരീക്ഷയ്ക്ക് തോറ്റ കുട്ടിയല്ലേ ഈ കുട്ടി. വീണ്ടും അവിടെ തന്നെ പഠിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? ആരും നിർബന്ധിച്ച് വിളിച്ചതല്ലല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ റൂൾസ് പറ്റുന്ന, നിങ്ങളുടെ മതം അംഗീകരിക്കാൻ പറ്റുന്ന അത്തരം സ്ഥാപനങ്ങളിൽ പോയാ മതിയെന്നേ. ഇങ്ങനെ ഈ SDPIയും പോപ്പുലർ ഫ്രണ്ട് മുമ്പിൽ നിന്ന് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിന്റെ ഒക്കെ ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ ശരിക്ക് പല സന്ദർഭങ്ങളിലും അനുഭവിച്ചറിഞ്ഞതാണ്. ഇവിടെ വിവാദമായിട്ടുള്ള ഒരു മതം മാറ്റം നടന്നിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മറക്കാൻ വഴിയില്ല. ഒരു വലിയ മതം മാറ്റം, വലിയ വിപ്ലവകരമായിട്ടുള്ളൊരു മതം മാറ്റം. നമ്മുടെ ഹാദിയ ഉണ്ടല്ലോ, അഖില ഹാദിയ, ആ കൊച്ചിനെ ഇസ്ലാമിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി, ഇസ്ലാമിലേക്ക് കൊണ്ടുപോയി ഒരു മുറിയനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ വലിയ രൂപത്തിൽ പിരിവുകൾ, വാർത്താ മാധ്യമങ്ങളൊക്കെ അത് കൊണ്ടുപിടിച്ച് ഭയങ്കരമായി ചർച്ച ചെയ്യുന്നു. ഹാദിയയുടെ ഇസ്ലാം മത അഖിലയുടെ ഹാദിയ എന്ന ഇസ്ലാം മത സ്വീകരണവും തട്ടമിടലും നിക്കരിക്കലും, അയ്യോ കല്യാണവും എന്ന് വേണ്ട. ഇപ്പൊ ഒരു കെട്ടും കഴിഞ്ഞു, 2 കെട്ടും. കോടിക്കണക്കിന് പണമാണ് ഒരൊറ്റ വെള്ളിയാഴ്ച ബക്കറ്റ് പിരിവ് നടത്തിയത്. എന്തിനാണെന്നറിയാമോ? ഈ അഖിലയെ ഹാദിയെ ആക്കാനുള്ള കേസ് സുപ്രീം കോടതിയിൽ വാദിക്കുന്നതിന് വേണ്ടി. അങ്ങനെ കോടതിയെയും ആളുകളെയും തെറ്റിദ്ധരിപ്പിച്ച് അഖിലയെ ഹാദിയെ ആക്കി മാറ്റി. അതിനുവേണ്ടി പാടുപെട്ട് എന്താല്ലേ തട്ടമിട്ട് സ്വർഗത്തിലേക്കുള്ള ഹൂറിയാക്കി മാറ്റി. അവള് ഭാര്യയാണ്, അമ്മയാണ്, അമ്മൂമ്മയാണ്. സ്വർഗത്തിലേക്കുള്ള ഹൂറി പട്ടമൊക്കെ കൊടുത്ത് ഒരു പുണ്യ ജന്മമാക്കി മാറ്റാൻ കാഫിറുകളിൽ നിന്നും തെരഞ്ഞെടുത്ത ഒരു പുണ്യവതിയാക്കി മാറ്റിയിട്ട് എന്ത് പറ്റി? കാഫിറിനെ കൊണ്ട് കലിമ ചൊല്ലിപ്പിച്ചു രക്ഷപ്പെടുത്താൻ വേണ്ടി. 1 കെട്ടും 2 കെട്ടും കഴിഞ്ഞ് 3ആയി 4ആയി 5ആയി, ഒരു പ്രശ്നവുമില്ല. ഇവർക്ക് വേണ്ടത് ഓരോരോ ഇരകളെയാണ്. വേട്ടക്കാരെപ്പോഴും ഇവര് തന്നെയായിരിക്കും. ബോധമില്ലാത്ത മക്കൾ സ്വന്തം മതത്തെ കുറിച്ചോ അതല്ലെങ്കിൽ ഇസ്ലാം മതത്തിന്റെ ഭീകരതയെ കുറിച്ചോ അറിയാത്തവർ ചെന്ന് ചാടി കൊടുക്കും. അതും ഒരു തട്ടത്തിന് വേണ്ടിയായിരുന്നു എന്ന് മറക്കരുത്. ഒരു തട്ടത്തിന് വേണ്ടി. അഖില എന്ന് വിളിക്കുന്ന ഹാദിയ, ഇപ്പം അവര് 2ാമത് വിവാഹം വെച്ചിട്ട് വാർത്തകളൊക്കെ ഉണ്ട്. ആ വിവാഹവും ഇപ്പൊ എന്തോ പ്രശ്നമാണെന്ന് വരുന്നല്ലോ. അങ്ങനെ ഒരു വാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അതിന്റെ നിജസ്ഥിതി അറിയില്ല. ചില ആളുകൾ പറയുന്നുണ്ട് ആ വാർത്ത ശരിയല്ല. അഖില കോഴിക്കോടുള്ള ഒരു ആശുപത്രി, കോഴിക്കോടുള്ള ഒരു ഹോമിയോ ക്ലിനിക്കിൽ അവര് ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. ആദ്യത്തെ വിവാഹം വേർപിരിഞ്ഞു എന്നത് ശരിയായിരുന്നു. അത് ആ പെൺകുട്ടിയുടെ പിതാവ് തന്നെ വന്ന് പറഞ്ഞതാ. 2ാം വിവാഹവും വേർപിരിഞ്ഞു എന്ന് നമ്മൾ മാധ്യമങ്ങളിൽ നിന്നും അറിഞ്ഞതാ. ആദ്യത്തെ കല്യാണം വേർപിരിഞ്ഞു എന്ന് ഈ പെണ്ണ് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളുടെ മുമ്പില്. പഠിച്ചവരാണ്. സേലത്തെ ഹോമിയോ കോളേജിൽ പഠിക്കുമ്പോഴാണ് അവരുടെ ജീവിതം ആകെ മാറി മറിയുന്ന പ്രശ്നങ്ങളുണ്ടാകും. ഹോമിയോ ചികിത്സയുമായി കോഴിക്കോട് ഉണ്ട് എന്ന് ചിലർ പറയുന്നുണ്ട്. ഏതായാലും ഇപ്പം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് വല്ലാത്ത ഒരു വാർത്ത വല്ലാതെ പരക്കുന്നുണ്ട്. അതായത് 2ാമത് ഹാദിയെ കല്യാണം കഴിച്ചത് ഖാലിദ് എന്ന് പറയുന്ന ഒരാളാണ്. ഈ തസ്തഗീർ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ എന്തോ ഒരു ലെറ്റർ ബോംബ് കേസൊക്കെ ഉണ്ടായിരുന്നു. അയാളുടെ മകനായിട്ടുള്ള ഖാലിദാണ് 2ാമത് കല്യാണം കഴിച്ചത്. ഇപ്പൊ വൈകി നമുക്കറിയാം, അതിന്റെ കേസിന്റെ പശ്ചാത്തലമൊക്കെ അറിയാം. ഹാദിയ സേലത്ത് ഈ കല്യാണം കഴിച്ച വ്യക്തിയെയും 2ാമത് കല്യാണം കഴിച്ച വ്യക്തിയെയും അവരുടെ വാപ്പയുടെ തീവ്രവാദ ബന്ധത്തെയും ഒക്കെ സംബന്ധിക്കുന്ന നല്ല ഒരു ലൈവ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പഠിക്കാൻ പോകുന്നു. വൈക്കത്തുള്ള അശോകന്റെയും പൊന്നമ്മയുടെയും മകനാണ്. അവിടെ പഠിക്കാൻ പോകുന്നു.
പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് രണ്ട് കൂട്ടുകാരികൾ, ഫസീന ജസീന എന്ന് പറഞ്ഞ രണ്ട് കൂട്ടുകാരികൾ, അവരുടെ കൂടെയാണ്. ആദിയെ പിന്നെ കാണുന്നില്ല. ആദിയയുടെ ഈ ഫസീനയുടെയും ജസീനയുടെയും പിതാവായ അബൂബക്കർ ബന്ധപ്പെട്ട് ഹാദിയെ മതം മാറ്റാനുള്ള, അഖിലയെ മതം മാറ്റി ഹാദിയാക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നൊക്കെയാണ് വാർത്തകൾ വന്നത്. അങ്ങനെ ഹിജാബ് ധരിച്ച് ഈ അഖില അല്ലെ കോടതിയിൽ വരുന്നു. അങ്ങനെ ആയി. പിന്നെ ഹേബിയസ് കോർപ്പസ് ഹർജി വരുന്നു, കാണാതാവുന്നു, ഒക്കെ വരുന്നു. അങ്ങനെ ഹൈക്കോടതിയിൽ കേസ് വരുന്നു. ജസ്റ്റിസുമാരായ സുരേന്ദ്ര മോഹൻ, അബ്രഹാം മാത്യു അടങ്ങുന്ന ബെഞ്ചിന്റെ മുന്നിലാണ് ആദ്യത്തെ ഹേബിയസ് കോർപ്പസ് അശോകൻ ഫയൽ ചെയ്യുന്നത്. എന്റെ മകളെ കാണാനില്ല. അങ്ങനെ മകളെ ഹാജരാക്കുന്നു. അപ്പോ ഹാജരാക്കുന്ന ദിവസം 2016 ഈ സംഭവം ഉണ്ടാകും. ജനുവരി മുതലാണ് കേസ്. ഡിസംബർ 19 കേസ് എത്തുന്നു. കേസ് എത്തുമ്പോഴത്തേക്ക് കേസ് എത്തിയ ദിവസം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേസ് എത്തിയ ദിവസം ഒരു കോടതി പറയുന്നു ഹാദിയ വിവാഹം കഴിച്ചു. കൊല്ലത്തുള്ള ഷഫീൻ ജഹാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ചു. ഷഫീൻ ജഹാനെ കുറിച്ച് പറഞ്ഞ കാര്യം, ഷഫീൻ ജഹാൻ പോപ്പുലർ ഫ്രണ്ടിന്റെ SDP-യുടെ പ്രവർത്തനമായിരുന്നു. തണൽ എന്ന് പറയുന്ന സാംസ്കാരിക സംഘടന, ഒരു സന്നദ്ധ സംഘടനയുണ്ട്, അതിന്റെ പ്രവർത്തകനാണ്. അയാളെ വിവാഹം കഴിച്ചു എന്ന് പറയുന്നത്. കോടതി ഇപ്പോൾ നോക്കുമ്പോൾ കോടതിയിൽ കേസ് വിചാരണയ്ക്ക് വന്ന ദിവസം തന്നെ കല്യാണം കഴിച്ചു എന്ന് പറയുന്നത് കോടതിക്ക് അത്ര വിശ്വസനീയമായി തോന്നിയില്ല. പിന്നെ കോടതി ദീർഘമായി ചില കാര്യങ്ങൾ പറഞ്ഞു, എങ്ങനെ വിവാഹം നടന്നു, ആരാണ് കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയത്. ഷഫീൻ ജഹാൻ എല്ലാ കാര്യങ്ങളും അയാളുടെ ഒരു പ്രൊഫൈൽ സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ടുണ്ട്. ഈ വിവാഹം കഴിച്ച കാര്യം മാത്രം അതിനകത്തില്ല. അപ്പൊ ഇതിനകത്ത് മൊത്തം സംശയാസ്പദമാണെന്ന് കണ്ടിട്ട് 2017 മെയ് 24 ജസ്റ്റിസുമാരായ സുരേന്ദ്ര മോഹനും അബ്രഹാം മാത്യുവും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഈ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് റദ്ദാക്കി. കേരളം ഞെട്ടിപ്പോയ സംഭവമാണ്. കേരളം ഞെട്ടിപ്പോകാനുള്ള കാരണം ഈ അശോകന്റെയും പൊന്നമ്മയുടെയും നിലവിളി കണ്ടിട്ടില്ല. ഈ അഖില എന്ന് പറയുന്ന പെൺകുട്ടിയെ ഹാദിയെ ആക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഒരു നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെയും അവരുടെ രാഷ്ട്രീയ വിങ്ങായ SDP-യുടെയും നേതൃത്വം നടത്തിയ വലിയ സമരം, ഹൈക്കോടതിക്ക് മുന്നിൽ വലിയ സമരം, ജസ്റ്റിസ് സുരേന്ദ്ര മോഹനെ വ്യക്തിപരമായി പേരു പറഞ്ഞ് അധിക്ഷേപിച്ച് നടത്തിയ സമരം. എന്നിട്ട് അവിടെ ഈ പോലീസിന്റെ വരുണ എന്ന് പറയുന്ന ജലപീരങ്കി ഉണ്ടോ, അതിന്റെ മുകളിൽ കയറി നിന്നു ജഡ്ജിന്റെ അടിവസ്ത്രത്തെ വരെ പറഞ്ഞപമാനിച്ച് കേരള ഹൈക്കോടതി വളഞ്ഞ് വാട്ടർ ടാങ്കിന്റെ മുകളിൽ കയറി, ജലപീരങ്കിക്ക് മുകളിൽ കയറി ഇവര് മുദ്രാവാക്യം വിളിച്ച് അശോകന്റെ വീട്ടിലേക്ക്, അതായത് ഈ അഖിലയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തി. എന്തെല്ലാം അട്ടഹാസങ്ങളും കോലാഹലങ്ങളും ഈ പോപ്പുലർ ഫ്രണ്ടുകാർ ഈ ഒരു പെണ്ണിനെ മതം മാറ്റി കൊണ്ടുപോകുന്നതിന് വേണ്ടി ചെയ്തു എന്ന് നമുക്കറിയാം. SDP പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന വലിയ വയലന്റ് ആയിട്ടുള്ള സമരം കേട്ടത്. ഒരു പെൺകുട്ടിക്ക് മതം മാറി ഇസ്ലാമിലേക്ക് വരാനുള്ള സ്വാതന്ത്ര്യം ഹൈക്കോടതി നിഷേധിച്ചു എന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. സുരേന്ദ്രമോഹനെ വല്ലാതെ ചീത്ത പറഞ്ഞു. പക്ഷെ അവർ കരുതിയത് ജസ്റ്റിസ് സുരേന്ദ്രമോഹൻ ഹിന്ദുവാണെന്നായിരുന്നു. ജസ്റ്റിസ് സുരേന്ദ്രമോഹൻ ക്രിസ്ത്യാനി. അങ്ങനെ ഒന്നും പറ്റി. അതിനുശേഷം ഈ കേസ് പിന്നെയും ഉണ്ടായി. അപ്പോൾ ഹാദിയ അടുത്ത ഹേബിയസ് കോർപ്പസ് വന്നത് ഹാദിയയ്ക്ക് വേണ്ടിയിട്ടാണ്. ഹാദിയ മാതാപിതാക്കളുടെ വീട്ടുതടങ്കലിലാണ് എന്ന് പറഞ്ഞ് കേസെത്തുന്നു. കേസ് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ സുപ്രീം കോടതിയിൽ ഈ കേസ് വാദിക്കാൻ എത്തിയത്, ഒന്ന് എണീറ്റ് നിന്നാൽ 10-30 ലക്ഷം വാങ്ങുന്ന കപിൽ സിബലും ഇന്ദിരാ ജയസിംഗ് പറയും. അപ്പോൾ ഹാദിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ തങ്ങളുടെ മതത്തിൽ കിട്ടാൻ, അഖിലയെ ആദിയാക്കാൻ വേണ്ടിയിട്ട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ അല്ലെങ്കിൽ മുസ്ലിം മതം മാറ്റം, ഇങ്ങനെ മതം മാറ്റിയ ആളുടെ മാറ്റണം എന്ന് നിശ്ചയമുള്ള ആളുകൾ കോടിക്കണക്കിന് രൂപ സമാഹരിക്കും. അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ ഏറ്റവും വില ഏറിയ അഭിഭാഷകരെ വെച്ച് കേസ് വാദിക്കാൻ പറ്റില്ല. എന്നിട്ട് ഈ കേസ് അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ദീപക് മിശ്രയുടെയും പിന്നെ ഡിവൈ ചന്ദ്രചൂഡ് പറഞ്ഞ ഡിവിഷനിലാണ് വന്നത്. ഇത് പരിഗണിച്ച കോടതി പറഞ്ഞു ഇവർ പ്രായപൂർത്തിയായവരാണ്. പിന്നെ മാത്രമല്ല, ഒരു ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ വേർ ഇസ് ദ ബോഡി എന്നാണ് ഹേബിയസ് കോർപ്പസ് എന്ന വാക്കിന്റെ അർത്ഥം. നമുക്ക് ഒരാളെ കാണാനില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല. നമുക്ക് ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുത്താൽ പോലീസ് ആ ആളെ കണ്ടെത്തി ഹാജരാക്കണം. വേർ ഇസ് ദ ബോഡി എന്നാണ് അതിന്റെ മലയാളം. അപ്പോൾ ഹേബിയസ് കോർപ്പസ് ബന്ധുക്കൾക്ക് എല്ലാവർക്കും കൊടുക്കാം. ഇപ്പൊ എന്നെ കാണാതായി കഴിഞ്ഞാൽ എന്നെ ആരെങ്കിലും എന്റെ വീട്ടുകാർ തടയിൽ വെച്ചിരിക്കുകയാണെന്നൊരു വിവരം സിനിന് കിട്ടിയാൽ സിനിന് പോയി ഹേബിയസ് കോർപ്പസ് കൊടുക്കാം. അപ്പൊ ഹേബിയസ് കോർപ്പസ് ബന്ധുക്കൾക്ക് തന്നെ കൊടുക്കണമെന്നില്ല. ചുരുക്കം പറഞ്ഞാല് മാതാപിതാക്കളെ വരെ ഈ പെണ്ണൊരുത്തി കോടതി കയറ്റിയിട്ട് ഇന്നലെ വരെ കഷ്ടപ്പെട്ടു വളർത്തിയ മാതാപിതാക്കൾ തനിക്ക് വിഷം തരുമെന്ന് പറഞ്ഞ് വാടക ഉമ്മ സൈനബയെയും കൂട്ടുപിടിച്ച മാതാപിതാക്കളെ ഈ പെണ്ണ് കണ്ണീര് കുടിപ്പിച്ചതിനൊരു കണക്കില്ല. ഒരു പക്ഷേ അവര് മാതാപിതാക്കളാണ്, അവരത് ക്ഷമിക്കും, പൊറുക്കും, സഹിക്കും, ഒരു സംശയവും. നമ്മൾ ആരും അതിനെ എതിരും പറയുന്നില്ല. അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. മാതാപിതാക്കളല്ലേ, ഏക മകളാണ്, അതിനെ പുറത്തു കൊടുക്കട്ടെ, ക്ഷമിച്ചു കൊടുക്കട്ടെ. പക്ഷേ ഇനി വരുന്ന ഒരുപാട് ഈ ഇസ്ലാമിലേക്ക് ചാടാൻ പോകുന്ന ആളുകൾക്ക് ഇതൊക്കെ ഒരു പാഠമാണ് എന്ന് പറയാതെ ആ വിഷയത്തെ കുറിച്ചിട്ട് എനിക്കതാണ് ശക്തമായിട്ട് നിങ്ങളോട് പറയാൻ. ബിഗ്ടാക്ക് ലിങ്ക് ഇട്ടിട്ടുണ്ട്, ചെന്ന് കാണാം. ആരാണ് ക്രിയേറ്റർ? കുറെ നേരമായല്ലോ തൂറി